विदिताखिलशास्त्रसुधा जलधे महितोपनिषत् कथितार्थनिधे हृदये कलये विमलं चरणं भवशङ्कर देशिकमे शरणम् करुणावरुणालय पालय मां भवसागर दुःखविदूनहृदं रचयाखिल दर्शन तत्त्वविदं भवशङ्कर देशिकमे शरणम्. श्री गुरुभ्यो नमः. यदविद्याविलासेन भूतभौतिकसृष्टयः തം നൗമി പരമാത്മാനം സച്ചിദാനന്ദ വിഗ്രഹം. ഇന്നലെ നമ്മൾ പ്രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെ എങ്ങനെയാണ് നിർവചിക്കേണ്ടത് എന്ന വിഷയം പറഞ്ഞു നിർത്തി. അതില് പാരമാർത്ഥിക തത്വം, വ്യാവഹാരിക തത്വം, ഇങ്ങനെ രണ്ടു തരത്തിലുണ്ട്. ലോകത്ത് നമ്മൾ കാണുന്നതൊക്കെ വ്യാവഹാരികങ്ങളായ സത്യങ്ങളാണ്, പാരമാർത്ഥിക സത്യങ്ങളല്ല. എങ്കിൽ കൂടി അവയെ ഉൾക്കൊള്ളുന്ന അറിവുകളെ നമ്മൾ പ്രമ എന്ന് വിളിക്കാറുണ്ട്. എന്നിങ്ങനെ അതിന് യോജിക്കുന്ന തരത്തിൽ പ്രമാലക്ഷണത്തെ നിർവചിച്ചു വെച്ചു. ഇപ്പോ ഇതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോയിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഒരു പദാർത്ഥമാണ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചിന്ത. അതിൽ തുടങ്ങിയിട്ട് വേണം ഇനിയുള്ള ഗ്രന്ഥം മുമ്പോട്ട് നമ്മൾക്ക് വ്യാഖ്യാനിക്കേണ്ടതായിട്ടുള്ളത്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു സയൻസ് കേൾക്കുന്ന അതിൻ്റെ അത്തരം ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ചെറിയ ഓരോ കാര്യങ്ങളും അത് ഉൾക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവസാനം വരെ ശ്രദ്ധിച്ചിരിക്കാൻ തോന്നും. ഇല്ല എങ്കിൽ ഇതിന്റെ തുടക്കം പോയി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് പറയുന്നത് ഒന്നും മനസ്സിലാവാതെയാവും. അപ്പൊ അത് ആദ്യം മുതൽക്കേ പരമാവധി ശ്രദ്ധിക്കുക. അത് മടുപ്പുണ്ടെങ്കിൽ നമുക്ക് നിർത്താം, അത്രയേ ഉള്ളൂ. കാരണം അത് മടുത്തുകൊണ്ട് കേട്ടിട്ട് കാര്യമില്ല. അങ്ങനെയാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും താഴത്തു നിന്ന് നമുക്ക് തുടങ്ങി അങ്ങനെ ക്രമേണ അത് എന്താ പറയുക, പരിഷ്കരിക്കുക എന്ന് പറയും. പരിഷ്കരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. ലക്ഷണങ്ങൾ, അതിന്റെ ഓരോ നിർവചനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് വരും. അപ്പൊ അതിന് തുടക്കത്തിൽ തന്നെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചിന്ത, ഈ ചിന്തയിലൂടെയാണ് ഈ വിഷയം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിർവചിച്ചു. പ്രമ എന്ന് പറയുന്നത് ഒരു ജ്ഞാനവിശേഷമാണ്, അല്ലെ? എല്ലാ ജ്ഞാനത്തിനും പ്രമ എന്ന് പറയുമോ? ഇല്ല. യഥാർത്ഥമായ അറിവിന് മാത്രമേ പ്രമ എന്ന് പറയുള്ളൂ. എല്ലാ ജ്ഞാനത്തിനും പ്രമ എന്ന് പറയില്ല. കാരണം ജ്ഞാനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്തർത്ഥത്തിലാണ്? സാമാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വസ്തുവിനെ കുറിച്ച് വ്യവഹരിക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്താണോ അതാണ് ജ്ഞാനം. ഒരു വസ്തുവിനെ കുറിച്ച് വ്യവഹരിക്കണമെങ്കിൽ, വ്യവഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുക, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുക എന്ന് വെക്കുക. ഒരു വസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം. അപ്പൊ അറിവിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ അറിവ് എന്ന വാക്ക് സാമാന്യമായിട്ട് പറയുമ്പോൾ അത് യഥാർത്ഥമായിട്ടുള്ളത് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. യഥാർത്ഥമായിട്ടുള്ള അറിവുണ്ട്, അയഥാർത്ഥമായിട്ടുള്ള അറിവുണ്ട്. ഇങ്ങനെ പ്രമ എന്നും ഭ്രമം എന്നും അറിവിന് രണ്ട് വിഭാഗമുണ്ടെന്ന് നമുക്കറിയാം. ഇതില് അറിവ് എന്ന് നമ്മൾ എന്തിനെ മലയാളത്തിൽ പറയുന്നു, അതാണ് ജ്ഞാനം, അത്രേ ഉള്ളൂ. അത് ഭ്രമയാവാം, ഭ്രമമാവാം, പ്രമയാവാം. അങ്ങനെ രണ്ടു തരത്തിൽ പ്രധാനമായിട്ട് വരാം. അപ്പോ ഇതൊക്കെ അതിന്റെ വിശേഷങ്ങളാണ്. ഭ്രമമെന്നും പ്രമ എന്നും സ്മൃതി എന്നും അനുഭവം എന്നും ഒക്കെ പറയുന്നത് അതിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയ വിഭാഗങ്ങളാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്,
അറിവ് എന്ന് പറഞ്ഞാൽ അത് എന്ത് തരം പദാർത്ഥമാണ്, ഇങ്ങനെ ഒരു ചിന്ത നമ്മൾ ആദ്യം ചെയ്യണം. പൊതുവെ ശാസ്ത്രങ്ങളുടെ രീതി എങ്ങനെയാ ചോദിച്ചാൽ, അത് ഏത് പദാർത്ഥമായിട്ടാണ് എങ്ങനെയാണ് അതിനെ കണക്കാക്കേണ്ടത്, അങ്ങനെ ഒരു ചിന്തയാണ് പൊതുവെ ദർശനങ്ങളുടെ ഒക്കെ ഒരു രീതി. ദർശനങ്ങളുടെ രീതി മാത്രമല്ല, ഒരു സയൻസിന്റെ രീതി എപ്പോഴും അങ്ങനെയാണ്. അതിന്റെ മൂലരൂപം എന്ത് എന്നാണ് ചിന്തിക്കുക. ഒരു കെമിസ്ട്രിയിൽ നമ്മളൊരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനാ പെടുത്തുക ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ആറ്റംസ് വരെ എത്തിക്കഴിഞ്ഞാൽ ഇത് ഇന്ന ആറ്റമാണ് എന്ന് പറയില്ലേ. അങ്ങനെ അതിന്റെ ഏറ്റവും മൂലരൂപമായിട്ട് ചെന്ന ഒരു പദാർത്ഥമായിട്ട് തന്നെ സ്ഥൂലമായിട്ട് രൂപത്തിൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. അറിവ് എന്ന് പറഞ്ഞാൽ എന്താ, അറിവ് കഴിഞ്ഞു, അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ അത് എന്തിലാണ് പെടുത്തേണ്ടത്, അങ്ങനെ അതിനെ എന്ത് ഒരു പദാർത്ഥമായിട്ട് അതിന് മനസ്സിലാക്കുക, ഒരു പദാർത്ഥമായിട്ട് അതിനെ ഉൾക്കൊള്ളുക. അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ 7 പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ള നിലയ്ക്കാണല്ലോ തർക്കസംഗ്രഹം, വൈശേഷിക ദർശനം പ്രവർത്തിക്കുന്നത്. അങ്ങനെയല്ലേ? ദ്രവ്യ ഗുണ കർമ്മ സാമാന്യ വിശേഷ സമവായ അഭാവാഹ സപ്തപദാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോകത്തെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ മൊത്തത്തിൽ വിഭജിച്ചു കഴിഞ്ഞാൽ 7 വിഭജിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് വസ്തുവിനെ എടുത്തു കഴിഞ്ഞാലും അത് ഈ പറഞ്ഞ 7 എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അത് ഉൾക്കൊള്ളപ്പെടും, അന്തർഭവിക്കും. അതാണ് ശാസ്ത്രഭാഷ. ഘടഹ എന്ന് പറഞ്ഞ ഒരു കുടത്തിനെ എടുത്തു കഴിഞ്ഞാൽ അത് പൃഥിവ്യാം അന്തർഭവതി, അത് പൃഥ്വിയാണ്. ഇങ്ങനെ ഓരോ വസ്തുക്കളെയും എടുത്തു കഴിഞ്ഞാൽ അത് എന്തിൽ അന്തർഭവിക്കും എന്നുള്ള ചിന്തയാണ് ശാസ്ത്രങ്ങളിൽ എപ്പോഴും കാണുക. അപ്പൊ അങ്ങനെ അന്തർഭവിപ്പിച്ചതിന് ശേഷം വേണം അതിന്റെ സ്വരൂപത്തെ ചിന്തിക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈശേഷികനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നൈയായികന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയാ അവര് ആത്മാവിന്റെ ഒരു ഗുണമാണ് എന്ന് പറയും. ആത്മാവിന്റെ ഒരു ഗുണമാണ്. കുറെ ഗുണങ്ങളുടെ ഒരു പട്ടികയുണ്ട്. രൂപം, രസഹ, ഗന്ധ, സ്പർശ, സംഖ്യ, പരിമാണം, പൃഥക്ത്വം. തർക്കസംഗ്രഹം പഠിച്ചവർക്ക് അറിയാം. ഇങ്ങനെ ഗുണങ്ങളുടെ ഒരു പട്ടികയുണ്ട്. ഈ പട്ടികയില് ജ്ഞാനം എന്ന് പറഞ്ഞ ഒരു ഗുണത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗുണം എവിടെയുള്ളതാണ്? ആത്മാവിലുള്ളതാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എന്നിങ്ങനെ നമ്മൾ എന്തിനെ ഉള്ളിന്റെ ഉള്ളിൽ അറിയുന്നുവോ അതാണ് ആത്മാവ്. ഈ ആത്മാവിന്റെ സ്വരൂപം എന്താ എന്ന് വിചാരം ചെയ്തുകൊണ്ടാണ് ഓരോ ശാസ്ത്രങ്ങളും, നമ്മളുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അതില് അദ്വൈത സിദ്ധാന്ത പ്രകാരം ആത്മാവിന്റെ സ്വരൂപം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് അസംഗമായ, നമ്മളിപ്പോ എങ്ങനെയാണോ എന്നെ ഞാൻ എന്നറിയുന്നത് അങ്ങനെ അതിനെ മനസ്സിലാക്കിയാൽ പോരാ. അങ്ങനെ നമ്മൾ അറിയുന്ന സമയത്ത് നമ്മളുടെ കുറെ അഭിമാനങ്ങളും ദുരഭിമാനങ്ങളും എല്ലാം കൂട്ടിച്ചേർത്താണ് അത് അറിയുന്നത്. അത് സദഭിമാനമാവട്ടെ ദുരഭിമാനമാവട്ടെ രണ്ടും അഭിമാനങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ളതെല്ലാം വിട്ടുകഴിഞ്ഞാൽ ഈ ആത്മാവിന്റെ ശുദ്ധമായ സ്വരൂപം ഇതൊന്നും ചേരാത്ത ഒരു സ്വരൂപമാണ് എന്ന് നിർണയിക്കുന്ന ശാസ്ത്രമാണ് വേദാന്ത ശാസ്ത്രം. ന്യായശാസ്ത്രത്തിന്റെ അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ന്യായശാസ്ത്രം അത്രത്തോളം മുന്നോട്ട് പോകുന്നില്ല. ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരമല്ല, ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതും അതേസമയം ഞാൻ എന്നറിയപ്പെടുന്നതും സുഖം, ദുഃഖം, ഇച്ഛ, ദ്വേഷം, പ്രയത്ന, ധർമ്മം, അധർമ്മം, ഇങ്ങനെയുള്ള അനേകം ഗുണങ്ങളോടും കൂടിയ ഒരു പദാർത്ഥമാണ്. ഒരു പദാർത്ഥം എന്ന് പറയാൻ മടിക്കേണ്ടതില്ല. അങ്ങനെ ഒരു വസ്തു അതാണ് എന്നിങ്ങനെ ആത്മാവിനെ കുറിച്ച് അവര് വിശദീകരിക്കുന്നു. അപ്പോ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു ഫാക്കൽറ്റിയാണ്, ആത്മാവിന്റെ ഒരു ഫീച്ചറാണ്, ഒരു ഗുണമാണ്. എന്തല്ല, ശരീരത്തിന്റെ പ്രത്യേകതയല്ല. ജ്ഞാനം ശരീരത്തിലല്ല ഉള്ളത്, അത് ആത്മാവിലാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ന്യായശാസ്ത്രം നിൽക്കുന്നത്. അപ്പോ ആത്മാവിൽ ഉണ്ടാവുന്നതും ആത്മാവിൽ തന്നെ നശിക്കുന്നതുമായ ഒരു ഗുണമാണ് ജ്ഞാനം. നൈയായികന്മാരുടെ നിലപാട് എന്താണെന്നുള്ളത് ക്ലിയർ ആണ്. ഈ ജ്ഞാനം എങ്ങനെയാണ്? അത് ഉണ്ടായി നശിക്കുന്ന ഒന്നാണ്, സംശയമില്ല. ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ഇതിനെ ഞാൻ അറിയുന്നു എന്നിങ്ങനെയുള്ള ആ അറിവ് നമ്മളിൽ ഉണ്ടാവുന്നു. 2 ക്ഷണം കഴിഞ്ഞാൽ ആ അറിവ് നശിച്ചു പോകുന്നു. ഇങ്ങനെ ഉണ്ടാവുന്നതും നശിക്കുന്നതുമായിരിക്കുന്ന
നമ്മളുടെ അറിവുകളെയാണ് ജ്ഞാനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ അറിവിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ലോകത്തെല്ലാം വ്യവഹരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് അറിയുന്നത് കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് വ്യവഹരിക്കാൻ സാധിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഇത്രയും പറയുന്നത് കാരണം എന്താ ചോദിച്ചാൽ, ഇനി വേണം വേദാന്ത സിദ്ധാന്തത്തിൽ ഈ അറിവിന്റെ സ്വരൂപം എന്ത് എന്ന് നിർവചിക്കേണ്ടത് ഇനിയാണ്. വേദാന്ത സിദ്ധാന്തത്തിലേക്ക് വരുമ്പോ എന്ത് വന്നു? ആത്മാവിൽ ഉള്ള ഒരു ഗുണമല്ല അറിവ്, മറിച്ച് എന്താണ്? ആത്മാവ് തന്നെയാണ്. മതഭേദം ശ്രദ്ധിക്കണം. ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് അറിവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആത്മാവ് തന്നെയാണ് അറിവ് എന്നാണ്. ഇപ്പൊ ജലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഈ കുപ്പിക്ക് അകത്തുള്ള ഒരു സാധനമാണ് ജലം. ഇതിന്റെ അകത്തുള്ള വസ്തുവിന്റെ സ്വരൂപം തന്നെയല്ലേ ജലം എന്ന് പറയുന്നത്? ജലം കുപ്പിക്ക് അകത്തുണ്ട്. ജലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അകത്തുള്ള വസ്തുവിന്റെ സ്വരൂപം എന്ന് പറയുന്ന പോലെ ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് ജ്ഞാനം എന്നുള്ള ഒരു പക്ഷമാണ് വേദാന്തികൾക്കുള്ളത്. എന്തല്ല? ആത്മാവിന്റെ ഒരു ധർമ്മമല്ല. ഈ ധർമ്മം എന്നുള്ള വാക്ക് എന്തർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്? ധർമ്മം എന്ന് പറഞ്ഞാൽ അതിലുള്ളത് എന്നർത്ഥം. അതിലുള്ളത് എന്നർത്ഥത്തിലാണ് ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ ധർമ്മശാസ്ത്രം എന്ന് പറയുന്ന അവിടെ ധർമ്മം എന്നുള്ള വാക്കിന് ഇതർത്ഥമല്ല. ഇപ്പൊ നമ്മൾ ആത്മാവിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഒരു ഫീച്ചർ, ആത്മാവിലുള്ള ഒരു ആത്മാവിലുള്ളത് എന്നർത്ഥം. ഇപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഈ പുസ്തകം ഈ പീഠികയിൽ ഇരിക്കുന്നു എങ്കിൽ ഈ പീഠികയുടെ ധർമ്മമാണ്. ധർമ്മധർമ്മി ഭാവം എന്ന് പറയും. ധർമ്മം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്, ധർമ്മി എന്ന് പറഞ്ഞാൽ എന്തിലാണോ ഇരിക്കുന്നത് അത്. ഭൂതലത്തിൽ കസേര ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസേര എന്ന് പറയുന്നത് ഭൂതലത്തിന്റെ ധർമ്മമാണ്. ഭൂതലം എന്താണ്? ധർമ്മിയാണ്. അപ്പൊ എന്തു വന്നു? നൈയായിക മതത്തില് ആത്മാവിൽ ഉള്ള ഒരു ഗുണമാണ് ജ്ഞാനം. അതുകൊണ്ട് ഗുണം എന്നത് ധർമ്മവും ആത്മാവ് ധർമ്മിയുമാകുന്നു. വേദാന്ത സിദ്ധാന്തത്തിലാകട്ടെ ആത്മാവും ജ്ഞാനവും തമ്മിൽ ധർമ്മധർമ്മി ഭാവം ഇല്ല. കാരണം എന്താണ്? ആത്മാവ് തന്നെയാണ് ജ്ഞാനം. ആത്മാ ഇറ്റ്സെൽഫ് എന്ന് പറയില്ലേ, ആത്മാവ് തന്നെയാണ് ജ്ഞാനം. ആത്മചൈതന്യം എന്നതിന് പറയുന്നു. ആത്മാവിന്റെ സ്വരൂപത്തിൽ ചേർന്ന ചൈതന്യം, അതായത് ആത്മാവ് എന്ന് പറയുന്ന വസ്തുവിനെ അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് വേദാന്ത സിദ്ധാന്തം. അത് പറയാം. മനസ്സിലായി? ചോദ്യം മനസ്സിലായി. ഞാൻ എനിക്ക് വരും, ആ ചോദ്യം വരും. ആദ്യം ഈ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കാം, അതിനുശേഷം അതിന്റെ മുകളിൽ വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ഇയാൾ ചോദിക്കുന്ന ചോദ്യം വരും. അപ്പൊ നമ്മള് വേദാന്തത്തിന്റെ കാഴ്ചപ്പാടിൽ ആത്മാവിന്റെ സ്വരൂപമാണ് ജ്ഞാനം എന്ന് പറഞ്ഞു വെച്ചു. എന്താണ് ഇങ്ങനൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ കാരണം എന്നാണെങ്കിൽ, വേദാന്ത ശാസ്ത്രം ഉപനിഷദ് വാക്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഉപനിഷദ് വാക്യങ്ങൾ എന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത് അതിനനുസരിച്ച് വേണം വേദാന്ത ശാസ്ത്രത്തിന്റെ അഭിപ്രായത്തെ രൂപീകരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോ വേദാന്ത ശാസ്ത്രത്തില് ഇങ്ങനെ പറയുന്നതിന് കാരണം ഉപനിഷദ് വാക്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഉപനിഷദ് വാക്യങ്ങൾ പറയുന്നു, തസ്യ ഭാസ സർവമിദം വിഭാതി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. സിദ്ധാന്തമാണ്. തസ്യ ഭാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തസ്യ എന്നുള്ള തച്ഛബ്ദം കൊണ്ട് ആത്മാവിനെയാണ് എടുക്കേണ്ടത്. ആത്മാവ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് സ്വപ്രകാശമായ ഒരു വസ്തുവാണ്. അതിനെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു വസ്തുവിന്റെ ആവശ്യമില്ല. അതാണ് അതിനർത്ഥം. സ്വപ്രകാശം എന്ന് പറഞ്ഞാൽ സ്വയമേ പ്രകാശിക്കുന്നത്. ആ കേൾക്കുന്ന വാക്കിൽ നിന്ന് അർത്ഥം എടുക്കൂ. സ്വയമേ പ്രകാശിക്കുന്നത്. എങ്ങനെയാണ്? ഒരു ലൈറ്റ് ഉണ്ട്, ലൈറ്റ് കത്തുന്നുണ്ട്. ഈ ലൈറ്റ് കത്തുന്നത് കൊണ്ട് മറ്റെല്ലാ വസ്തുക്കളും കാണുന്നു. ലൈറ്റ് കാണുന്നതിന് മറ്റൊരു ലൈറ്റ് ആവശ്യമുണ്ടോ? ഇല്ല. എന്നതുപോലെ എന്നേ പറയാവൂ. കാരണം ലൈറ്റിന്റെ പ്രകാശം പോലത്തെ പ്രകാശത്തിനെയല്ല ഇവിടെ നമ്മൾ പറയുന്നത്. ഇത് ഭൗതിക പ്രകാശമാണ്. ഇത് തേജസ് എന്ന് പറയുന്ന ഒരു ഭൂതമാണ്. അത് ആധുനിക ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാലും സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാലും അത് ഒരു എന്താ പറയുക, ഫോട്ടോൺ എന്നൊക്കെ പറയും. ഞാൻ വലിയ കിടക്കുന്നില്ല. അപ്പൊ എന്തായാലും അതിന്റെ കണികകളുടെ പ്രകാശമാണ്. ഈ പ്രകാശത്തെ കുറിച്ചല്ല ഇപ്പൊ നമ്മൾ പറയുന്നത്. പക്ഷെ അത് ഉദാഹരണമാക്കി മനസ്സിലാക്കാം. വസ്തുക്കളെ അറിയുന്നതിന് നമുക്ക് ഉപയോഗപ്പെടുന്നത് എന്താണോ അതാണ് പ്രകാശം.
എങ്കിൽ ആ അർത്ഥത്തിൽ ഇതും പ്രകാശമാണ്. ഈ പ്രകാശവും അവിടെ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ അതിന്റെ പിന്നിലും ഇനിയൊരു പ്രകാശം വേണം. എന്താണ്? എല്ലാ പ്രകാശങ്ങളുടെയും പിന്നിലുള്ള പ്രകാശമാണ് അറിവ്. അറിവിന് പ്രകാശത്തിന്റെ സ്വഭാവമുണ്ട്. അറിവിനെ നമ്മൾ പ്രകാശം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെയും പറഞ്ഞു. വസ്തുക്കളെ നമ്മൾ വ്യവഹരിക്കുന്നതിന് നമുക്ക് അറിവ് വേണം. അറിവില്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രകാശമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ലൈറ്റ് അവിടെ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ എൻ്റെ അറിവ് വേണ്ടേ? ഞാനത് അറിയുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ആ ലൈറ്റ് അവിടെ ഉണ്ട് എന്ന് പറയാൻ പറ്റൂ. അപ്പോ ഈ ലൈറ്റ് ഉണ്ട് എന്ന് പറയുന്നതിനും എൻ്റെ അറിവ് എന്ന് പറയുന്ന പ്രകാശം വേണം. അങ്ങനെയാണെങ്കിൽ അറിവിന് പ്രകാശം എന്ന് പേര് കൊടുക്കാറുണ്ട് ശാസ്ത്രങ്ങളിൽ. എന്താണെന്ന് കാരണം ചോദിച്ചാൽ വസ്തുക്കളെ വ്യവഹരിക്കുന്നതിന് കാരണമായിട്ട് നിലകൊള്ളുന്നത് എന്തോ അത് എന്ന അർത്ഥത്തിൽ. അപ്പോ ഈ ഓരോ വസ്തുക്കളെ കുറിച്ചുമുള്ള അറിവ് അത് എന്താണെന്നാണല്ലോ ചിന്തിക്കുന്നത്. അപ്പൊ അതിന് മറുപടി പറഞ്ഞു. വേദാന്ത ശാസ്ത്രപ്രകാരം ആത്മാ എന്ന് പറയുന്ന ഒരു എല്ലാ പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവാണ്. എന്താ ഇതിനർത്ഥം? അതായത് നോക്കൂ, ഈ പ്രപഞ്ചം കാണുന്നത് ആർക്കാണ്? എനിക്കാണ്. നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങൾക്കാണ്. നിങ്ങൾ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. നിങ്ങളും എന്നാൽ കാണപ്പെടുന്നവരാണ്. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ലോകത്തെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല. ഞാൻ ഈ ലോകം ഉള്ളതായിട്ട് അറിയുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകം എനിക്ക് പ്രകാശിക്കപ്പെടുന്നു. ഈ ലോകം എൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്, എനിക്ക് വേണ്ടി പ്രകാശിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശങ്കരാചാര്യരുടെ ഒരു ശ്ലോകം, കിം ജ്യോതിസ്തവ ഭാനുമാൻ അഹനിമേ രാത്രൗ പ്രദീപാധികം സ്യാദേവം രവിദീപ ദർശന വിധൗ കിം ജ്യോതിരാഖ്യാഹിമേ. ചോദിക്കുകയാണ്, ഈ മുമ്പിലുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ വസ്തുക്കളെയൊക്കെ കാണിച്ചു തരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യം പറയുകയാണ് മറുപടി, സൂര്യൻ പ്രകാശിക്കുന്നു, അതുകൊണ്ട് എല്ലാം കാണുന്നുണ്ട്. അപ്പൊ രാത്രിയിൽ എങ്ങനെയാണ്? രാത്രിയിൽ ചന്ദ്രൻ അല്ലെങ്കിൽ ദീപം ഇതൊക്കെ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ കേൾക്കുന്ന ആള് ഈ പുറത്തുള്ള പ്രകാശത്തെ കുറിച്ചാണ് ചോദിച്ചത് എന്ന് വിചാരിച്ചിട്ടാണ് ഉത്തരം പറയുന്നത്. ഇതൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് ആരാണ് പ്രകാശിപ്പിച്ചു തരുന്നത്? സൂര്യൻ, ചന്ദ്രൻ, വിളക്ക് മുതലായിട്ടുള്ള പദാർത്ഥങ്ങളാണ്. ശരി, ഈ വിളക്കിനെയും സൂര്യനെയും ഒക്കെ ആരാണ് പ്രകാശിപ്പിച്ചത്? അവിടെ നമ്മൾ കുടുങ്ങും. കുടുങ്ങും എന്ന് പറഞ്ഞാൽ കുടുങ്ങാനൊന്നുമില്ല. അത് എനിക്ക് അറിവുള്ളത് കൊണ്ടാണ്. സൂര്യൻ ഉണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? സൂര്യൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും ദീപവും ഒന്നും ഇല്ലെങ്കിൽ അപ്പോ നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും പറയാൻ കഴിയില്ലേ? പറയാൻ കഴിയും. സൂര്യനും പ്രകാശിക്കുന്നില്ല, ചന്ദ്രനും പ്രകാശിക്കുന്നില്ല, വിളക്കും കൊളുത്തിയിട്ടില്ല എന്ന് വെക്കാം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊന്നും വരില്ലേ? നിങ്ങൾക്ക് ചിന്തകളൊന്നും വരില്ലേ? വരും. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് പറയില്ലേ? പറയും. അപ്പൊ നിങ്ങൾക്ക് സൂര്യനും ചന്ദ്രനും വിളക്കും ഒന്നും പ്രകാശിക്കാത്ത അവസ്ഥയിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ട് എന്ന് തീർച്ചയാണ്. അത് ഈ പുറത്ത് കാണുന്ന പ്രകാശം പോലെയുള്ള ഒരു പ്രകാശമല്ല. ആ പ്രകാശത്തിന്റെ പേരാണ് അറിവ് എന്ന്. ഈ അറിവ് എന്ന് പറയുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ തന്നെ സ്വരൂപമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. കിം ജ്യോതിസ്തവ ഭാനുമാൻ അഹനിമേ രാത്രൗ പ്രദീപാധികം സ്യാദേവം, അങ്ങനെ ആവട്ടെ, രവിദീപ ദർശന വിധൗ കിം ജ്യോതിരാഖ്യാഹിമേ. രവിയെയും ദീപത്തെയും, രവി എന്ന് പറഞ്ഞ സൂര്യൻ, കാണുന്നതിന് നിനക്ക് കാരണമായിരിക്കുന്ന പ്രകാശം എന്താണ്? അത് പറഞ്ഞു തരൂ. ബുദ്ധി എന്ന് പറഞ്ഞു. ബുദ്ധിയാണ്. ബുദ്ധിയല്ല, ചക്ഷുഹു എന്ന് പറഞ്ഞു. കണ്ണാണ് പ്രകാശം എന്ന് പറഞ്ഞു. മറുപടി, ചക്ഷുഹു, കണ്ണുള്ളത് കൊണ്ടാണ് ഇതിനെയൊക്കെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കണ്ണാണ് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള പ്രകാശം. ആയില്ല. തസ്യ നിമീലനാദി സമയേക്കും, ആ കണ്ണും അടച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രകാശമായിട്ട് നിലകൊള്ളുന്ന വസ്തു എന്താണ് ചോദിച്ചു. ചക്ഷുഹു തസ്യ നിമീലനാദി സമയേക്കും ധീഹി. അപ്പൊ മറുപടി പറഞ്ഞു, ബുദ്ധിയാണ്. മനസ്സിന്റെ വൃത്തികളുമാണ് എനിക്ക് വസ്തുക്കളെ അറിയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. കിം ധീഹി. അപ്പൊ അതിന് ചോദിച്ചു, ഈ ധീ ഉണ്ടാന്ന് എങ്ങനെയാ നിനക്ക് അറിയാൻ കഴിഞ്ഞത്? ബുദ്ധി എന്നൊന്നും നിനക്ക്
വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? അപ്പൊ അതിൻ്റെയും പിന്നിലുള്ള പ്രകാശം എന്താണ് എന്നിങ്ങനെ പിന്നാക്കം പിന്നാക്കം അന്വേഷിച്ചു പോകുമ്പോൾ എവിടെ എത്തിച്ചേരും? നമ്മളുടെ തന്നെ സ്വരൂപം, വിഷയങ്ങളെ കാണുന്ന, പ്രപഞ്ചത്തെ കാണുന്ന എൻ്റെ തന്നെ സ്വരൂപം പ്രകാശാത്മകമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. അതെങ്ങനെയാണ്? അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതിന് വേറെ തെളിവ് ആവശ്യമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സംശയം വരുന്നുണ്ടോ? ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ, ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം വരുന്നുണ്ടോ? എപ്പോഴേലും വന്നതായിട്ട് അനുഭവം ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാനുണ്ട് എന്നുള്ള അറിവിന് മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും പിന്നിലിരിക്കുന്ന വസ്തു സ്വപ്രകാശാത്മകമാണ് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ക്രമം മനസ്സിലായില്ലേ? ഉള്ളിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്നിങ്ങനെ എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രകാശിക്കുന്ന വസ്തു, അതിനെയാണ് ആത്മാവ് എന്ന് വിളിക്കുന്നത്. ഈ ആത്മാവ് എന്നുള്ള വാക്കൊക്കെ ലോകത്ത് പലതരത്തിൽ ഉപയോഗിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ പ്രേതാവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് ആത്മാവ് എന്ന് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെയും തെറ്റിദ്ധരിക്കരുതേ, അതൊന്നല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ എന്നിങ്ങനെ എല്ലാത്തിൻ്റെയും എല്ലാ അറിവുകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ആ പ്രകാശം, അതിനെയാണ് അറിവ് എന്ന് വിളിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ജ്ഞാനത്തിന്റെ സ്രോതസ്. ഇതാണ് വേദാന്ത ശാസ്ത്രത്തിന്റെ അഭിപ്രായം. ഈ ആത്മസ്വരൂപമാവട്ടെ സ്വപ്രകാശമാണ്. സ്വപ്രകാശം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ആത്മസ്വരൂപം പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഈ ആത്മാവ് സ്വപ്രകാശമായി നിലകൊള്ളുന്നത് കൊണ്ടാണ് ലോകത്തുള്ള ബാക്കി എല്ലാ വസ്തുക്കളും നമുക്ക് മുമ്പിൽ അറിയപ്പെടുന്നത് എന്നൊരു സിദ്ധാന്തത്തിലേക്ക് നമ്മൾ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്തതോഗത്വ എല്ലാം വിട്ട് നമ്മൾ അവസാനം തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? ഈ ജ്ഞാനം എന്ന് പറയുന്ന പദാർത്ഥം ആത്മാവിന്റെ തന്നെ സ്വരൂപമാണ് എന്ന് കിട്ടി. ആത്മസ്വരൂപമായിരിക്കുന്ന ജ്ഞാനം പ്രകാശിക്കുന്നത് കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ നമുക്ക് പ്രകാശിക്കുന്നത് എന്നുള്ള ഒരു സിദ്ധാന്തത്തിലേക്ക് വന്നു ചേർന്നു. ഇങ്ങനെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ചില സംശയങ്ങൾ ഇതിന്റെ മുകളിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതാണ് പ്രഭാഷണവും ക്ലാസ്സും തമ്മിലുള്ള വ്യത്യാസം. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിർത്താം. നിങ്ങൾക്കൊരു സംശയവും ഇതിന്റെ മുകളിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് സയൻസ് എന്ന് പേരില്ല. ഒരു സിദ്ധാന്തം ഒരാൾ പറഞ്ഞു ഓ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് പോകുന്നത്, അത് നിങ്ങൾക്ക് ശാസ്ത്ര ജ്ഞാനം നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റില്ല. ഓ അങ്ങനെ ആയിക്കോട്ടെ, ആത്മാവ് അങ്ങനെയാണോ, സന്തോഷം, നമസ്കാരം. അങ്ങനെയല്ല. അതിന്റെ മുകളിൽ അങ്ങനെ ഒരു സിദ്ധാന്തം നിലനിൽക്കെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്നാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം. സ്വപ്രകാശമായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് ജ്ഞാനം എന്ന് നമ്മൾ പറയുന്ന വസ്തു, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത്, ഈ സ്വപ്രകാശ സ്വരൂപമായ ആത്മാവ് സർവദാ പ്രകാശിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ മുമ്പിൽ ഈ പ്രപഞ്ചം ഉള്ളതായിട്ട് അറിയപ്പെടുന്നത്. ഇങ്ങനെ രണ്ട് പ്രസ്താവനയാണ് പറഞ്ഞത്. ഇപ്പോ ഒരു ചോദ്യം, നിങ്ങൾ ഈ പറഞ്ഞ സ്വപ്രകാശമായ ആത്മതത്വം അത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഇരിക്കുന്ന ഒന്നാണോ, അതോ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒരു പദാർത്ഥമാണോ? ആ വസ്തുവിന്റെ സ്വരൂപം എന്താ എന്നുള്ള ചിന്തയാണ്. ആത്മസ്വരൂപം, ആത്മാവ് എന്ന് പറയുന്നത് ആകാശം പോലെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒന്നാണോ, അതോ ശരീരത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ഹൃദയത്തിലോ തലയ്ക്കകത്തോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചിരിക്കുന്ന ഒരു അണുവായ ഒരു പദാർത്ഥമാണോ? എങ്ങനെയാവാൻ വഴിയുണ്ട്? എന്തായിരിക്കാം വേദാന്ത സിദ്ധാന്തം? സർവവ്യാപിയാണ് എന്നുള്ളത് നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യമാണ്. ആത്മാവ് സർവവ്യാപിയാണ്. ആത്മാവ് സർവവ്യാപിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം കിട്ടിയത്? പരമാത്മാവിനെ കുറിച്ചല്ല കേട്ടോ പറയണത്. ഈശ്വരൻ സർവവ്യാപിയാണെന്നുള്ള കാര്യമല്ല ഇവിടെ പറയണത്. ഞാൻ എന്ന് നിങ്ങൾ ഉള്ളിൽ അറിയുന്ന ആ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ജീവാത്മാവിന്റെ കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. ജീവാത്മാവ്, നിങ്ങൾ, ഞാൻ എന്ന് അഭിമാനിക്കുന്ന എന്തോന്നുണ്ടോ അതിന്റെ കാര്യമാണ് പറയുന്നത്. അത് വിഭുവാണ് എന്നൊരു സിദ്ധാന്തമുണ്ട്. എന്തിനാണ് ആ സിദ്ധാന്തം എടുത്തത്? അത് ശ്രുതിയിൽ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് മഹാനജ ആത്മാ
ഇത്യാദി ശ്രുതിഭി ആത്മനഃ വിഭുത്വം മുക്തം വർത്തതെ. അപ്പൊ ആത്മാവ് വിഭുവാണ്. ഇപ്പൊ എന്ത് വന്നു? നിങ്ങളത് സങ്കല്പിക്കണം. വിഭുവായ ഒരു പദാർത്ഥം എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായിരിക്കുന്ന ഒരു വസ്തു, അത് എൻ്റെ ശരീരത്തിന്റെ അകത്തും വ്യാപിച്ചിട്ടുണ്ട്, സമ്മതം. പക്ഷെ ശരീരത്തിന്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ഇത് എല്ലായിടത്തും വ്യാപിച്ചതാണ്. എല്ലായിടത്തും വ്യാപിച്ചതാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ആത്മാവ് എല്ലായിടത്തും വ്യാപിച്ചതാണെന്നുള്ള അർത്ഥത്തിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ എല്ലായിടത്തും വ്യാപിച്ച ഈ ആത്മാവ് എങ്ങനെയുള്ളതാണ്? സ്വപ്രകാശവുമാണ്. സ്വപ്രകാശമായിരിക്കുന്ന ഈ ആത്മാവിന്റെ സംബന്ധം കൊണ്ടാണ് ലോകത്തുള്ള ബാക്കി എല്ലാ പദാർത്ഥങ്ങളും പ്രകാശിക്കുന്നത് എന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പിൽ എല്ലാ സമയത്തും എല്ലാ വസ്തുക്കളും എന്തുകൊണ്ട് പ്രകാശിക്കുന്നില്ല? ഈ ചോദ്യമാണ് ആദ്യം ചോദിക്കേണ്ടത്. ഞാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ആത്മതത്വം, ഇത് സ്വപ്രകാശമാണ്, സർവവ്യാപിയാണ്. സർവവ്യാപിയും സ്വപ്രകാശവുമായ ഈ വസ്തുവിനോട് ബന്ധപ്പെടാത്ത ഒന്നും തന്നെ ലോകത്തിലില്ല. അങ്ങനെയാണെങ്കിൽ സ്വപ്രകാശമായിരിക്കുന്ന ഈ ആത്മാവിനാൽ സർവദാ സർവം കിമർത്ഥം ന പ്രകാശ്യതേ? ചോദ്യം മനസ്സിലായോ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ നിങ്ങൾക്ക്? ചോദ്യം തന്നെ മനസ്സിലാവണില്ല. ചോദ്യം മനസ്സിലാവണില്ല, റിയാക്ഷൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആത്മാവാണ് എല്ലാത്തിനെയും ഈ ലൈറ്റാണ് ഇവിടെയുള്ള വസ്തുക്കളെയൊക്കെ പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റുമായി ബന്ധപ്പെട്ട്, ഈ ലൈറ്റ് എവിടെയൊക്കെ ബന്ധപ്പെട്ടുണ്ടോ അതെല്ലാം പ്രകാശിപ്പിക്കണം. ഈ ലൈറ്റ് ഈ റൂമിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ റൂം മുഴുവൻ പ്രകാശിച്ചിരിക്കണം എന്നല്ലേ ഇതിന്റെ ന്യായം? അപ്പൊ ആത്മാവ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ ഈ കാണുന്ന വസ്തുക്കളെല്ലാം എനിക്ക് ഞാൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നു അർത്ഥമായി അതിന്, അല്ലേ? ആത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ വസ്തു സ്വപ്രകാശമാണ്, സർവത്ര വ്യാപിച്ചിരിക്കുന്നതുമാണ് എങ്കിൽ അതിനർത്ഥം എന്താണ് വന്നത്? സ്വപ്രകാശ സ്വരൂപമായിരിക്കുന്ന ഞാൻ സർവത്ര വ്യാപ്തനാണെന്ന് അർത്ഥം കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വരൂപവുമായി ബന്ധപ്പെടാത്ത ഒന്നും തന്നെ ലോകത്തിൽ ഇല്ല എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം തീർച്ചയായിട്ടും പ്രസക്തമാണ്. എന്താണ് ചോദ്യം? സർവം വസ്തു കിമർത്ഥം സർവദാ ന പ്രകാശതേ? ന പ്രകാശതേ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് അറിയപ്പെടുന്നില്ല? ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എല്ലാ സമയത്തും എനിക്ക് അനുഭവവേദ്യമാവേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെ അല്ല നടക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യം വന്നു. രണ്ടാമത്തെ ചോദ്യമാണ്, ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് ജ്ഞാനമെങ്കിൽ ആത്മാവ് നിത്യമാണ് എന്നാണ് ശാസ്ത്രത്തിൽ സിദ്ധാന്തം വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനം ഉണ്ടാവുന്നു നശിക്കുന്നു എന്നുള്ള അനുഭവം നമുക്ക് എങ്ങനെ വന്നു? രണ്ടാമത്തെ ചോദ്യമാണ്. ഞാൻ കണ്ണു തുറന്നപ്പോൾ കുറെ വസ്തുക്കൾ എനിക്ക് കാണാൻ കഴിയുന്നു, കണ്ണടച്ചപ്പോൾ ആ അറിവ് പോയി, വീണ്ടും കണ്ണു തുറന്നപ്പോൾ വീണ്ടും ആ അറിവ് വരുന്നു. അപ്പോൾ അറിവ് എന്ന് പറയുന്ന വസ്തു ഉണ്ടായി നശിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വസ്തുവിനെ കുറിച്ചുള്ള അറിവാവട്ടെ, ഞാൻ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല ഈ പറയുന്നത്. ഇതൊരു പുസ്തകമാണ് എന്നുള്ള അറിവ് മുതൽക്ക് എല്ലാ അറിവുകളും ഉണ്ടായി നശിക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ്. ആ ഒരു സ്വഭാവം അതിന് വരരുതായിരുന്നു. കാരണം എന്താണ്? ആത്മാവിന്റെ സ്വരൂപമാണ് അറിവ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആത്മസ്വരൂപം നിത്യമാണ്. അങ്ങനെയാണെങ്കിൽ അറിവും നിത്യമാവേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ അനുഭവം. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന രണ്ട് സിദ്ധാന്തവും നമ്മളുടെ അനുഭവത്തിന് വിരുദ്ധമാണ്. ഇതാണ് പൂർവപക്ഷം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കാനേ പാടുള്ളൂ. ഇങ്ങോട്ട് ഉത്തരം പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ഒരു ക്ലാസിന്റെ ന്യായം. എനിക്ക് അങ്ങനെയല്ല ശീലം, അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. നമ്മളത് മനസ്സിലാവുന്നുണ്ടോ എന്നൊരു ഫോർമാലിറ്റി മാത്രമായിട്ട് നിങ്ങൾക്ക് ശീലമായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊരു ഫോർമാലിറ്റി ആയിട്ട് ശീലമായി. മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കും, അവഗതം വാ. അപ്പൊ അത് പോട്ടെ, നിങ്ങളത് ആ ശീലങ്ങൾ മാറ്റണം. അപ്പോഴേ നിങ്ങൾക്ക് ശാസ്ത്രത്തിന്റെ വഴിക്ക് വരാൻ പറ്റും. മനസ്സിലായിട്ടില്ല എന്ന് പറയണം. അപ്പോ ഈ രണ്ട് ചോദ്യങ്ങൾ വന്നു. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? ആത്മാ യതി സ്വപ്രകാശ
സർവവ്യാപകശ്ച വർത്തത്തെ തർഹി താദൃശേന ആത്മന അസംബദ്ധം കിമപി അസ്മിൻ ജഗതി നാസ്തി ഇതി കൃത്വാ സർവം ജഗത് സർവദാ കിമർത്ഥം ന പ്രകാശ്യത്തെ ഏക പ്രശ്ന. ദ്വിതീയസ്തു പ്രശ്നഃ യദ് ആത്മസ്വരൂപമേവ ജ്ഞാനം തർഹി തത് ഉത്പദ്യത്തെ വിനശ്യതി ഇത്യാദി അനുഭവ കഥം ഉപാദനീയ. അപ്പൊ ഈ രണ്ട് അനുഭവങ്ങൾ നമുക്ക് സമർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതിന് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദാന്തത്തിന്റെ അഭിപ്രായത്തിലേക്ക് വരാം. ഇപ്പോ ആത്മാവ് സ്വപ്രകാശമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിന്റെ ആവശ്യമില്ല. ഈ സിദ്ധാന്തം വിട്ടുകളയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് ശ്രുതിയുടെ അഭിപ്രായമാണ്. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവം ഇതം വിഭാതി. മുണ്ടകോപനിഷത്തിലത്തെ വാക്യമാണ്. ഈ ആത്മാവ് പ്രകാശിക്കുന്നത് കൊണ്ടാണ് ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രകാശിക്കുന്നത്. ആ സിദ്ധാന്തം വിടാൻ വയ്യ. പിന്നെ എന്തുകൊണ്ട് എല്ലാം എപ്പോഴും പ്രകാശിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. അപ്പൊ നമ്മൾ എങ്ങനെയാ ഉത്തരം പറയാ? ശരിയാണ്, ആത്മാവ് സ്വപ്രകാശമാണ്, സർവവ്യാപകവുമാണ് എന്ന് വെച്ച് സർവത്തെയും സർവദാ പ്രകാശിപ്പിക്കുന്ന ഒരു സ്വഭാവം അതിനുണ്ട്. പക്ഷെ ആ സ്വഭാവത്തിന് ഒരു പ്രതിബന്ധം ഏർപ്പെട്ടിട്ടുണ്ട്. എന്താണത്? ഈ അന്ധക്കരണം കൊണ്ട് പരിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ശരീരം കൊണ്ട് ആത്മാവിന് അനേകം പരിച്ഛേദങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. പരിച്ഛേദം, അവച്ഛേദം മുതലായുള്ള ശബ്ദങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ആത്മാവ് ശരിയാണ്, സർവവ്യാപകമാണ്, വിഭുവാണ്, കാര്യമൊക്കെ ശരിയാണ്, സ്വപ്രകാശമാണ്. എങ്കിൽ പോലും ആ സ്വപ്രകാശത്തു നിന്നുള്ള ഗുണം അങ്ങനെ തന്നെ നിൽക്കട്ടെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആ സർവവ്യാപകത്വം എന്ന് പറയുന്ന അംശത്തെ നമ്മൾ ഒന്ന് പിടിച്ചു വെക്കണം തൽക്കാലം. എങ്ങനെയാണ്? വാസ്തവത്തിൽ സർവവ്യാപകമാണെങ്കിലും അന്ധക്കരണം കൊണ്ട് പരിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അന്ധക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്, ശരീരം, മനസ്സ് എന്നൊക്കെ വെച്ചോളൂ. ശരീരം കൊണ്ടും അന്ധക്കരണം കൊണ്ടും ഒക്കെ പരിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ശരീരത്തിനകത്ത് അന്ധക്കരണം എന്ന് പറയുന്ന, മനസ്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്, നമുക്കറിയാം. ഈ മനസ്സുകൊണ്ട് പരിച്ഛേദിക്കപ്പെട്ടുകൊണ്ടാണ് ആത്മാവ് ഈ മോക്ഷം വരെ നിലകൊള്ളുന്നത്. ആണല്ലോ. മനസ്സ് പോയി കഴിഞ്ഞാൽ, ഈ അന്ധക്കരണം വിട്ടുപോയി കഴിഞ്ഞാൽ മോക്ഷമാണ്. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തെ സർവസംശയ. അപ്പൊ മനസ്സ് നിൽക്കുന്നവരേക്കുമാണ്, ആത്മാവുമായി ബന്ധപ്പെട്ട് മനസ്സ് നിൽക്കുന്നത് വരേക്കുമാണ് നമുക്ക് എല്ലാ സംസാരാനുഭവങ്ങളും ഉള്ളൂ. മനസ്സ് പോയി കഴിഞ്ഞാൽ എത്ര ത്വസ്യ സർവം ആത്മൈവാഭൂത് എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പരിച്ഛേദം വരുന്നില്ല. അപ്പൊ ഈ പരിച്ഛേദം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളുടെ ജ്ഞാനങ്ങൾക്കും പരിച്ഛേദം വരുന്നുണ്ട്. എന്നാ നേരത്തെ പറഞ്ഞ ആ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പരിഹാരമാണ് കണ്ടെത്തിയത്? യദ്യപി ആത്മാ അപരിച്ഛിന്ന സർവവ്യാപക സർവേണ സംബദ്ധ വർത്തതെ തഥാപി സർവേണ സംബന്ധസ്തു വ്യവഹാരകാലേ അസ്മാഭിർ ന അനുഭൂയത്തെ. ലോകത്ത് ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എവിടെയാ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവം എന്താ? ഞാൻ ഇവിടെ ഈ ആസനത്തിൽ ഇരിക്കുന്നു, ഈ കസേരയിൽ ഇരിക്കുന്നു എന്നാണ് എൻ്റെ അനുഭവം. വാസ്തവത്തിൽ ഞാൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സർവവ്യാപകമായിരിക്കുന്ന ഒരു വിഭുവാണ്, എൻ്റെ വിഭു സ്വരൂപമാണ് എൻ്റെ എങ്കിൽ ഞാൻ സർവവ്യാപകനാണ് എന്ന് എനിക്ക് അനുഭവം വരേണ്ടതായിരുന്നു. അങ്ങനെയല്ല, മറിച്ചൊരു മറ്റൊരു അനുഭവമാണ് എനിക്കുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അന്ധക്കരണത്താൽ എൻ്റെ ആത്മാവിനെ പരിച്ഛേദിച്ചു കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പരിച്ഛേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തത്തിന്റെ ഭാഷയിൽ ആത്മാവിൽ അന്ധക്കരണത്തെ ആരോപിച്ച് താദാത്മ്യേന ആരോപിച്ചിരിക്കുകയാണ്. താദാത്മ്യേന ആരോപിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അത് തന്നെയായിട്ട് ആരോപിക്കുക, താദാത്മ്യേന ആരോപിക്കുക. ഒന്ന്, ഇപ്പൊ ശരീരത്തിൽ ആത്മാവിനെ താദാത്മ്യേന ആരോപിച്ചു കഴിഞ്ഞാൽ ശരീരം തന്നെയാണ് ഞാൻ എന്നുള്ള ഒരു അനുഭവം നമുക്ക് വരുന്നുണ്ട്. ഭ്രമമാണത് എന്ന് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുമ്പോഴും നമ്മളുടെ സാർവജനീനമായിട്ടുള്ള അനുഭവമാണ് ശരീരമാണ് ഞാൻ എന്നുള്ള അനുഭവം. എങ്ങനെയാണ് അനുഭവം വന്നത്? വിഭുവായിരിക്കുന്ന ആത്മാവ് ശരീരത്താൽ പരിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ താദാത്മ്യാരോപം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ താദാത്മ്യാരോപം വന്നതുകൊണ്ട് ആത്മാവ് സർവവ്യാപകമാണ്, സ്വപ്രകാശമാണെങ്കിലും സർവദാ സർവവസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നതിന് ക്ഷമമാകുന്നില്ല.
ആത്മാവിനെ കൊണ്ട് എല്ലാ വസ്തുക്കളെയും എപ്പോഴും പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ സാധാരണ മലയാളം എന്താണ്? എനിക്ക് എപ്പോഴും എല്ലാം അറിയാൻ കഴിയുന്നില്ല. എനിക്ക് ചിലപ്പോൾ ചിലത് മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. എപ്പോൾ എന്ത് അറിയാൻ കഴിയുന്നു എന്നുള്ളതിന് എന്താണ് നിയാമകം? എൻ്റെ കണ്ണ് മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമാണമോ ഞാനുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തോട് വ്യാപരിക്കുമ്പോൾ ആ വിഷയം എനിക്ക് അറിയാൻ കഴിയുന്നു. കണ്ണ് തുറന്നു നോക്കിയാൽ കണ്ണ് എവിടെയാണോ തട്ടിയത് അത് ചക്ഷുസംയുക്തം ദൃശ്യത. എന്താണോ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടത് അത് കാണാൻ കഴിയുന്നു, മറ്റൊന്ന് കാണാൻ കഴിയുന്നില്ല. ഇപ്പോ ഇനി വ്യവസ്ഥ ചെയ്യാൻ പോവാണ്. ഈ ഗ്രന്ഥത്തിൽ അതാണ് ചെയ്യാൻ പോകുന്നത്. ആത്മാവ് സ്വപ്രകാശവും സർവവ്യാപിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രഭാഷണം അവസാനിപ്പിച്ച് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു വേദാന്ത സിദ്ധാന്തം നിലനിൽക്കെ എത്രയോ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ മാത്രമേ വസ്തുക്കൾ, കണ്ണു തുറക്കുമ്പോൾ എന്ത് കാണണം, ഇതിനൊക്കെ വ്യവസ്ഥ ചെയ്യണം. കാരണം ഈ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആത്മാവ് തന്നെ എൻ്റെ സ്വരൂപമായിട്ട് നിൽക്കുമ്പോൾ ഈ വ്യവസ്ഥ എങ്ങനെ ചെയ്യാൻ കഴിയും? ചിലപ്പോൾ മാത്രം ചിലതിനെ മാത്രം ഞാൻ അറിയുന്നു എന്ന് ഈ ഒരു അനുഭവം നമുക്ക് എങ്ങനെ സമർത്ഥിക്കാൻ കഴിയും എന്നൊരു ചിന്ത നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ അതിനുവേണ്ടി ചില പ്രക്രിയകളൊക്കെ സമർത്ഥിക്കേണ്ടതായിട്ട് വരികയാണ്. ഈ പ്രക്രിയകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയാണ് ആ വസ്തുസ്ഥിതി എങ്കിൽ ആ വസ്തുസ്ഥിതിയെ സമർത്ഥിക്കുകയും വേണം, നമ്മളുടെ അനുഭവത്തെ വിശദീകരിക്കുകയും വേണം. അപ്പൊ അതിന്റെ പിന്നിലുള്ള പ്രോസസ്സ് എന്താണ്, ആ പ്രോസസ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ഈ പ്രക്രിയാ നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ അനുഭവം ഒരു ഭാഗത്ത് നിൽക്കുന്നു, അനുഭവത്തെ തള്ളിക്കളയാൻ കഴിയില്ല. ശാസ്ത്രത്തിന്റെ സിദ്ധാന്തം മറ്റൊരു വശത്ത് നിൽക്കുന്നു, അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പൊ എന്ത് വേണം? അതിന് രണ്ടിനും വിരോധം വരാത്ത രീതിയിൽ ഒരു പ്രക്രിയ കണ്ടുപിടിക്കണം. ഈ പ്രക്രിയ നേരിട്ട് നമുക്ക് ഉപനിഷത്ത് വാക്യങ്ങള് വിശദീകരിച്ച് തരുന്നില്ല, വിശദീകരിച്ച് തരേണ്ട ആവശ്യവുമില്ല. നമുക്ക് സ്വയമേ ഊഹിക്കാവുന്ന കാര്യമാണത്. എങ്ങനെയാണത് ഊഹിക്കേണ്ടത് എന്നാണ് ഇപ്പൊ നമുക്ക് ഈ ശാസ്ത്രം പറഞ്ഞു തരുന്നത്. അപ്പോ ഇനി നമുക്കത് ആ പ്രക്രിയയിലേക്ക് കടക്കാം. ഈ പ്രക്രിയ പറയുമ്പോഴാണ് അന്തഃകരണം വിഷയാകാരേണ പരിണമതേ തത്ര വിഷയാവച്ഛിന്ന ചൈതന്യം അഭിവ്യജ്യതേ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഭാഷകള് വരുന്നത്. ഈ ഭാഷയൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ കാരണം ഇതാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ നോക്കുക, ഇനിയിപ്പോ എന്ത് വന്നു? ആത്മാവ് വിഭുവാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിൽക്കൽ തന്നെ അത് പരിച്ഛിന്നവുമാണ് എന്ന് നമ്മൾ അംഗീകരിച്ചു. ഇപ്പോ അന്തഃകരണം കൊണ്ട് പരിച്ഛിന്നമാണ്. അന്തഃകരണം എന്ന് പറഞ്ഞാൽ മനസ്സ്. അപ്പൊ ഓരോരുത്തരുടെയും മനസ്സ് വേറെ വേറെയാണ്. നിങ്ങളുടെ മനസ്സും എൻ്റെ മനസ്സും ഒന്നല്ല. ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം അന്തഃകരണങ്ങളുണ്ട്. മനസ്സ് എന്നുള്ള വാക്കിനേക്കാൾ ഞാൻ അന്തഃകരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി അത് മറക്കരുത്. അന്തഃകരണങ്ങള്, അന്തഃകരണം എന്നാണ് അതിന് വാക്ക്, ഉള്ളിലുള്ള പ്രവർത്തിക്കുന്ന കരണം, മനസ്സ്. ഈ അന്തഃകരണങ്ങൾ ഓരോരുത്തർക്കും വേറെ വേറെയാണ്. ഈ അന്തഃകരണത്തെ വെച്ചുകൊണ്ട് നമുക്ക് വ്യവസ്ഥ ചെയ്യാൻ കഴിയും എന്നാണ് ആചാര്യൻ പറയുന്നത്. എങ്ങനെയാണോ വ്യവസ്ഥ ചെയ്യാൻ കഴിയുന്നത് എന്നാണെങ്കിൽ, അന്തഃകരണം ഒരു ഈ പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളൊരു വസ്തുവിനെ കാണുന്നു, ഈ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണുന്നു. ഇയം കൂബി എന്ന് ജ്ഞാനം ഉണ്ടാവുന്നു എന്ന് വെക്കാം. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ സയൻസ് പഠിച്ചവരാണെങ്കിൽ സയൻസിന്റെ ഒരു ലെവലുണ്ട്. ആ ലെവലിൽ നിന്നുകൊണ്ട് അതിനൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല. സാധാരണ നിനക്ക് കണ്ണു തുറക്കുന്നു, പ്രകാശം വേണം, റിഫ്ലക്ഷൻ വരുന്നു. അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആധുനിക സയൻസിന്റെ പ്രക്രിയയിൽ ഈ വസ്തുവില് പ്രകാശം തട്ടുമ്പോൾ ഇവിടെ തട്ടുന്ന പ്രകാശം ഇവിടെ റെറ്റിനയിൽ റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. നമ്മുടെ പ്രാചീന ശാസ്ത്രത്തിന്റെ സമ്പ്രദായ പ്രകാരം ഇവിടെ തട്ടുന്ന പ്രകാശം ഇവിടെ വന്ന് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? വിരോധമൊന്നുമില്ല, റിഫ്ലക്ട് ചെയ്യട്ടെ, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു പ്രക്രിയയും കൂടി ഉണ്ട്. കണ്ണ് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ കണ്ണ് എന്ന് പറയുന്ന സാധനം സ്വയം തന്നെ ഒരു പ്രകാശരൂപമാണ്. തേജസ് പ്രകാശമാണ് കണ്ണ്. ചക്ഷുർ എന്താ പറയാ, നേത്രതാരാഗ്രവർത്തി എന്ന് പറയില്ലേ, താര, കൃഷ്ണതാരാഗ്രവർത്തി എന്ന് പറയില്ലേ. കൃഷ്ണതാര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ണിന്റെ ഉള്ളിലുള്ള ബ്ലാക്ക്, അതിന്റെ ഉള്ളിലൊരു ഡോട്ടില്ലേ, അതാണ് കൃഷ്ണതാര. ഇതൊരു തേജസ് പദാർത്ഥമാണ്. ന്യായശാസ്ത്രത്തിന്റെ ഭാഷയിലും അങ്ങനെയാണ്, വേദാന്ത ശാസ്ത്രത്തിന്റെ ഭാഷയിലും അങ്ങനെയാണ്. ഈ തേജസ് പദാർത്ഥത്തിന് വിഷയത്തോട് സംയോഗമുണ്ട്. ഇതാണ് സംയോഗ സന്നികർഷ എന്ന് പറയുന്നത്.
നിങ്ങൾക്കൊരു തർക്കസംഗ്രഹത്തിന്റെ ഒരു സാമാന്യ അവബോധം ഉണ്ടായിരിക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയതിനു ശേഷം വീണ്ടും കേൾക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ കണ്ണ് വിഷയത്തോട് സംയോജിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംയോജിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. കൈ രണ്ടും ഇങ്ങനെ കൂട്ടിമുട്ടുന്നു എന്ന് പറയില്ലേ, അങ്ങനെ തന്നെ അതിനർത്ഥം മനസ്സിലാക്കണം. അതെങ്ങനെയാണ് കണ്ണ് സംയോജിക്കുന്നത്? കണ്ണ് ഇവിടെയല്ലേ ഇരിക്കുന്നത്, ഇത് ഇവിടെയല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. ഈ കണ്ണിന്റെ ഉള്ളിലുള്ള, കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഇതൊരു ക്യാമറ പോലെയാണ്. ഇതിന്റെ ഉള്ളിലുള്ള ഈ തേജപദാർത്ഥം ഇങ്ങോട്ട് സഞ്ചരിച്ച് ഈ വിഷയത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ തേജപദാർത്ഥം നേരിട്ട് ഈ വിഷയവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ക്ഷണമാത്രേണ് അത് ഈ ഈ കണ്ണിന്റെ അകത്തുള്ള തേജപദാർത്ഥം സൂര്യബിംബം വരെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു ദ്രവ്യമായിട്ട് കണക്കാക്കണം. അങ്ങനെ ഈ കണ്ണ് ഈ വിഷയവുമായിട്ട് സംബന്ധപ്പെടുന്ന സമയത്ത് ആ വിഷയം നമുക്ക് പ്രകാശിക്കപ്പെടുന്നു. ഇത്രയായാൽ സാധാരണ നിലയ്ക്ക് ന്യായശാസ്ത്രത്തിന്റെ പ്രക്രിയയായി ചക്ഷുസംയോഗ സന്നികർഷ ഭവതി തേന ചക്ഷുസംയോഗേന ഇയം കൂപി ഇത് ജ്ഞാനം ജായതേ സമാപ്തം. ഇന്ദ്രിയാർത്ഥ സന്നികർഷജന്യം ജ്ഞാനം പ്രത്യക്ഷം. കഴിഞ്ഞു. ന്യായശാസ്ത്രത്തിന് ഇത്രേ പറയാനുള്ളൂ. ഇവിടെ വേദാന്ത ശാസ്ത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കരുത്. വേദാന്ത ശാസ്ത്രത്തിന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, എങ്കിലും അത് സഹിക്കാം. വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രക്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതില് കുറച്ചും കൂടി ചേർക്കാനുണ്ട്. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ആത്മാ മനസാ സംയുജ്യതേ മന ഇന്ദ്രിയേണ ഇന്ദ്രിയം അർത്ഥേന തതഃ പ്രത്യക്ഷം എന്ന് പറയും. ആത്മാവിനും മനസ്സിനും സംബന്ധമുണ്ട്, മനസ്സിനും ഇന്ദ്രിയത്തിനും സംബന്ധമുണ്ട്, ഇന്ദ്രിയത്തിനും അർത്ഥത്തിനും, അർത്ഥം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന വിഷയം, അർത്ഥത്തിനും സംബന്ധമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് പ്രത്യക്ഷം വരിക. ആത്മാവും മനസ്സും തമ്മിലുള്ള സംബന്ധം ആത്മാ മനസാ സംയുജ്യതേ മന ഇന്ദ്രിയേണ ഇന്ദ്രിയം അർത്ഥേന തതഃ പ്രത്യക്ഷം. ഇതാണ് പ്രക്രിയ. ഇതിലൊരു കുറച്ച് ചേർക്കേണ്ടതുണ്ട്. ഈ പറയുന്ന പ്രക്രിയ ഈ നമ്മളുടെ അറിവ് എന്ന് പറയുന്ന ഇതിനെ ഞാൻ അറിയുന്നു എന്ന അനുഭവം പറയേണ്ട സന്ദർഭത്തിൽ ഇത് പ്രക്രിയ ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പ്രക്രിയ നിങ്ങൾ വേദാന്തം പഠിക്കുന്നവരല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് സാഹിത്യ ഗ്രന്ഥങ്ങൾ പഠിക്കണമെങ്കിൽ ഈ പ്രക്രിയ അറിയേണ്ടതുണ്ട്. അതാണ് ഇന്നലെ സാറ് സൂചിപ്പിക്കേണ്ടായി. രസഗംഗാധരത്തില് ഭഗ്നാവരണ ചിദേവ രസ എന്ന് പറയുന്ന ഒരു ഭാഗം വരും. ഭഗ്നാവരണ ചിദേവ രസ. ആ വരിക്ക് അർത്ഥം പറയണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഈ പറയുന്ന പ്രക്രിയകൾ മുഴുവൻ അറിഞ്ഞിരിക്കണം. അവിടെ പറയുന്നത് ആനന്ദാനുഭവത്തെ കുറിച്ചാണ് എന്ന് മാത്രം. ഈ ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് ജ്ഞാനവും ആനന്ദവും. ഈ സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് ഈ രണ്ട് ശാസ്ത്രവും പ്രവർത്തിക്കുന്നത്. ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് ആനന്ദവും ജ്ഞാനവും. അറിവും ആനന്ദവും ആത്മാവിന്റെ സ്വരൂപമാണ്. അപ്പൊ വീണ്ടും നേരത്തെ പറയുന്ന ചോദ്യം, വിഷയാനുഭവം എന്ന് പറഞ്ഞാൽ, വിഷയാനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരണം എനിക്ക്. വിഷയാനന്ദത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ സഹൃദയന്മാർ അനുഭവിക്കപ്പെടുന്ന കാവ്യാസ്വാദ കാലത്തുള്ള ആനന്ദം, ചമത്കാര എന്ന് പറയുന്ന ആനന്ദം. അതൊരു ആനന്ദ വിശേഷമാണ്. എന്നിരിക്കെ സർവത്ര ആനന്ദാനുഭവം, നമുക്കൊരു സുഖം അനുഭവിക്കപ്പെടുന്ന സമയത്ത് അവിടെ നടക്കുന്ന പ്രക്രിയ എന്താണ്, അതിന്റെ പ്രോസസ്സ് എന്താണ്? ആത്മാവ് തന്നെ സുഖസ്വരൂപമാണ് എന്ന സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആത്മാവ് തന്നെ ജ്ഞാനത്തിന്റെ സ്വരൂപമാണ് എന്ന സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ ബാഹ്യമായ ജ്ഞാനാനുഭവത്തെയും ആനന്ദാനുഭവത്തെയും എങ്ങനെ വിശദീകരിക്കണം എന്ന് അറിഞ്ഞിരിക്കണം. അത് ജ്ഞാനാനുഭവത്തെ, അറിവിന്റെ അനുഭവം, അറിവുണ്ടാവുന്നു എന്നുള്ള അനുഭവം എങ്ങനെയാണോ വിശദീകരിക്കേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ആനന്ദം ഉണ്ടാവുന്നുള്ള അനുഭവത്തെ വിശദീകരിക്കേണ്ടത്. ഒരു ഇഷ്ടമുള്ള വസ്തു കഴിക്കുന്ന സമയത്ത് ആഹാ എന്ന് പറഞ്ഞ ആനന്ദം ഉണ്ടാവുന്നുണ്ട്. അതൊരു ആനന്ദമാണ്. അതിനെ നമ്മൾ വിഷയാനന്ദം എന്ന് വിളിക്കുന്നുവെങ്കിലും ഈ പ്രക്രിയയൊക്കെ അവിടെ നിർബന്ധമാണ്. ഈ പ്രക്രിയ പറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്താണ് അവിടെ ഈ ഗ്രന്ഥത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ അപ്പം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പ്രാധാന്യം ഈ ഗ്രന്ഥത്തിനുണ്ടെന്ന് പറയാം. ഈ ഗ്രന്ഥത്തിൽ അത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗ്രന്ഥത്തിലത്തെ ഒരു വരിയും വായിക്കാതെ അതിന്റെ ആശയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് വരാം. ആത്മാവ്
ജ്ഞാനസ്വരൂപമാണ്, അത് ജ്ഞാനസ്വരൂപമാണ്, വിഭുവാണ്. പക്ഷേ വിഭുവാണെങ്കിലും അന്ധക്കരണം കൊണ്ട് അതിന് പരിച്ഛേദം വന്നു ചേർന്നിട്ടുണ്ട്. ഒരു പരിച്ഛേദം ഏർപ്പെട്ടിട്ടുണ്ട്. ആത്മാവിന് ഒരു പരിച്ഛേദം ഏർപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ്? അന്ധക്കരണം കൊണ്ടാണ് പരിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ അന്ധക്കരണം കൊണ്ട് പരിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞല്ലോ. അന്ധക്കരണം കൊണ്ട് പരിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോ എന്റെ ആത്മാവ് എവിടെയാണുള്ളത്? എവിടെയാണോ എന്റെ അന്ധക്കരണം ഉള്ളത് അവിടെയാണുള്ളത്. ഉത്തരം കിട്ടിയോ? ഇപ്പോ ആകാശം എന്ന് പറയുന്ന എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു പദാർത്ഥമുണ്ട്. അത് ഒരു ഘടത്തിനാൽ പരിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ അതിനെ എന്താ വിളിക്കുക? ഘടാകാശ എന്ന് വിളിക്കാം. ഈ ഘടാകാശം എവിടെയാണുള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഘടം എവിടെയാണോ ഉള്ളത് അവിടെയാണുള്ളത്. ശരിയല്ലേ? എന്നതുപോലെ ഈ എല്ലായിടത്തും വിഭുവായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്വപ്രകാശമായിരിക്കുന്ന ആത്മതത്വം, അങ്ങനെ ആ അവസ്ഥയിൽ മാത്രമേ അതിന് തത്വം എന്ന് പറയുള്ളൂ. പരിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞാൽ തത്വമല്ല അത്. പക്ഷെ അങ്ങനെ പരിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സംസാരാനുഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോ ഈ പരിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവ് ഇതിനെയാണ് ഈ ഞാൻ എന്ന് ഞാൻ വിളിക്കുന്നത്. ഇപ്പോ ഞാൻ എന്ന് എന്നാൽ വിളിക്കപ്പെടുന്ന ഈ ആത്മാവ് വാസ്തവത്തിൽ വിഭുവാണെങ്കിലും പരിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞ അവസ്ഥയ്ക്ക് അത് വിഭുവല്ല. വിഭുവല്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വിഭു തന്നെയാണ്, പക്ഷെ വിഭുവല്ല എന്നിങ്ങനെ ഒരു ഭ്രമം സംഭവിച്ചിരിക്കുന്നു. ആ ഭ്രമത്തെ മുൻനിർത്തിക്കൊണ്ടാണ് എൻ്റെ എല്ലാ വ്യവഹാരങ്ങളും ഞാൻ നടത്തുന്നത്, സംശയമില്ല. ആ ഭ്രമം ഏതുവരെ നിൽക്കും? മോക്ഷം വരെ നിൽക്കണം, എന്നാലും ഇല്ലെങ്കിൽ ശരിയാവില്ല. വ്യാവഹാരിക ഭ്രമങ്ങളൊക്കെ ഭ്രമമാണെന്ന് പറയുമ്പോഴും അത് പരിപാലിക്കണം. അത് മാറി പോയി കഴിഞ്ഞാൽ വേറെ തരത്തിലാവും. അപ്പോൾ ഭ്രമമാവട്ടെ എങ്കിൽ പോലും അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ മാത്രമുള്ള ഒരാളാണ് എന്നൊരു തോന്നൽ എനിക്ക് വരുന്നു. എന്താ കാരണം? എന്താ? അന്ധക്കരണം ഇവിടെയാണ്. ഈ അന്ധക്കരണത്താൽ പരിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പോ എന്ത് വന്നു? ഞാൻ സർവവ്യാപകനായിരിക്കുന്ന ഒരു ആളാണെങ്കിൽ പോലും ഇപ്പൊ അത് ശരീരത്താലും അന്ധക്കരണത്താലും പരിച്ഛിന്നമായ ഒന്നായിട്ട് അതിനെ പരിച്ഛേദിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെ പരിച്ഛേദിച്ചു കഴിഞ്ഞ അവസ്ഥയിൽ ഈ ആത്മപ്രകാശം കൊണ്ട് എങ്ങനെയാണ് ഞാൻ വിഷയങ്ങളെ അറിയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മപ്രകാശം ഇപ്പൊ എവിടെയാണുള്ളത്? അത് അന്ധക്കരണത്തിനാൽ പരിച്ഛിന്നമായി ശരീരത്തിനകത്ത് മാത്രമേ ഞാൻ ഇപ്പോ സ്വയമായിട്ട് പ്രകാശിക്കുന്നുള്ളൂ. പുറത്തുള്ള വസ്തുക്കളോട് ഇപ്പൊ ആത്മാവിന് സംബന്ധമില്ല. ആത്മാവ് ഉള്ളിലാണ് നിൽക്കുന്നത്. പരിച്ഛേദിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോ എൻ്റെ ആത്മാവിനാൽ എന്ത് പ്രകാശിക്കപ്പെടുന്നുവോ അതാണ് ഞാൻ അറിയുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആത്മാവിനാൽ എന്ത് പ്രകാശിപ്പിക്കണം? എൻ്റെ ആത്മാവിനാൽ എന്ത് പ്രകാശിപ്പിക്കപ്പെടുന്നുവോ അതിനെയാണ് ഞാൻ അറിയേണ്ടതെങ്കിൽ അവിടെ ഒരു നിയാമകം എന്താന്ന് ഒരു ചോദ്യം വരുന്നു. ഒന്നുമില്ല, ഞാൻ അന്ധക്കരണത്താൽ പരിച്ഛേദിക്കപ്പെട്ട ഞാൻ ഇതിനകത്തുണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. അപ്പൊ ഈ വസ്തുവുമായിട്ട് എൻ്റെ ആത്മാവിന് തൽക്കാലം ബന്ധമില്ല. എപ്പോ വരെ അത് ബന്ധപ്പെടാതെ കിടക്കുന്നുവോ അപ്പോ വരെ ഈ വസ്തുവിനെ എന്നാൽ പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. എൻ്റെ സ്വരൂപത്തെ കൊണ്ട് എന്ത് പ്രകാശിക്കപ്പെടുന്നുവോ അത് മാത്രമാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഇത് സൂത്രവാക്യമാണ്. ഇത് ഉള്ളിൽ വെക്കണം ആദ്യം. എൻ്റെ സ്വരൂപം തന്നെയാണ് എനിക്ക് എല്ലാം ലോകത്ത് കാണിച്ചു തരുന്നത്. എൻ്റെ സ്വരൂപം തന്നെയാണ്, എൻ്റെ സ്വരൂപം പ്രകാശിക്കുന്നത് കൊണ്ടാണ് ഈ ലോകത്തെല്ലാം എനിക്ക് പ്രകാശിക്കപ്പെടുന്നതെങ്കിൽ, എൻ്റെ സ്വരൂപവുമായി ബന്ധപ്പെടാത്തൊരു വസ്തു എൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്നില്ല എങ്കിൽ, ഞാൻ ഈ ശരീരത്തിനകത്ത് പരിച്ഛിന്നനായി എങ്കിൽ, തൽക്കാലം ഈ വസ്തുവുമായിട്ട് എനിക്ക് ബന്ധമില്ല എങ്കിൽ ഈ വസ്തുവിനെ തൽക്കാലം എനിക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ കണ്ണു തുറന്ന ഉടനെ ഈ വസ്തു എൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്നുണ്ട് എങ്കിൽ അവിടെ എന്താ സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് ഇവിടെ എത്തി. സാമാന്യമായിട്ട് മനസ്സിലാക്കൂ. ഇവിടെയുള്ള ആത്മാവ് ഇവിടെ എത്തി എന്ന് പറയണം, വേണ്ടേ? അല്ലാണ്ട് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള ആത്മാവിന് നോർമലി അത് വിഭുവായിരുന്നു, പക്ഷെ ഇപ്പൊ പരിച്ഛേദിക്കപ്പെട്ടല്ലോ. ഇവിടെ മാത്രമേ ഉള്ളൂ, പുറത്തില്ല. അങ്ങനെയെങ്കിൽ അകത്തുള്ള ആത്മാവ് പുറത്തെത്തി എന്ന് പറയണം. ഇതൊക്കെ പാരമാർത്ഥികമായിട്ടുള്ള നടപടികളല്ല. എങ്കിൽ പോലും ഈ പ്രക്രിയ പറഞ്ഞേ നമുക്ക് ഈ പ്രത്യക്ഷാനുഭവത്തെ സമർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ അകത്തുള്ള ആത്മാവ്
ഇവിടെ എത്തി എന്ന് പറയണം. എപ്പോഴാണോ ഈ വസ്തുവുമായി എൻ്റെ ആത്മാവ് ബന്ധപ്പെടുന്നത്, അപ്പോൾ ആ വസ്തു എനിക്ക് മുമ്പിൽ പ്രകാശിക്കുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആത്മാവ് എങ്ങനെയാണ് ഇവിടെ എത്തുക? അതിങ്ങനെ നടന്നു പോവോ? കയ്യും കാലും ഒന്നും ഉണ്ടാ? അങ്ങനെയല്ല. എത്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്ധക്കരണം എവിടെയാണോ ഉള്ളത് അവിടെ ആത്മാവ് ഉണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ട് ചാടി വടക്കി വരുമൊന്നും വേണ്ടാത്. അത് എല്ലായിടത്തും ഉണ്ട്. അന്ധക്കരണം എവിടെയാണോ ഉള്ളത് അവിടെ ആ ആത്മാവ് അഭിവ്യഞ്ജിക്കപ്പെടും. സ്വപ്രകാശ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് അഭിവ്യഞ്ജിക്കപ്പെടുന്നു എന്നുള്ളതാണ് സിദ്ധാന്തം. അങ്ങനെയാണെങ്കിൽ അന്ധക്കരണം എവിടെയുണ്ടോ അവിടെ ആത്മാവ് അഭിവ്യഞ്ജിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ അന്ധക്കരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആത്മാവ് ഇവിടെ എത്തും. അത്രയല്ലേ വേണ്ടൂ. അന്ധക്കരണം സ്വാഭാവികമായിട്ട് എവിടെയാണുള്ളത്? ശരീരത്തിനകത്താണുള്ളത്. പുറത്തുണ്ടോ? പുറത്തില്ല. അപ്പോ ഈ അകത്തുള്ള അന്ധക്കരണം എപ്പോഴാണോ ഇവിടെ എത്തുന്നത്, ഇവിടെ എത്തുന്ന സമയത്ത് അന്ധക്കരണത്താൽ പരിച്ഛിന്നമായിരിക്കുന്ന ആത്മാവും നമുക്ക് ഇവിടെ എത്തി എന്ന് സങ്കല്പിക്കാം. സങ്കല്പിച്ചൂടെ? അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ആത്മാവുമായിട്ട് ഇതിന് ബന്ധം വന്നു, ഉടനെ അത് പ്രകാശിക്കും. അങ്ങനെ തീരുമാനം എടുക്കാം. അപ്പൊ അതിന് എന്ത് വേണം? അന്ധക്കരണം ആദ്യം ഇവിടെ എത്തണം. അന്ധക്കരണം എങ്ങനെയാണ് ഇവിടെ എത്തുക ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദ്രിയവുമായിട്ട് സംബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അന്ധക്കരണവും ഇവിടെ എത്തും. അത്രേ അതിലാവശ്യമുള്ളൂ. അപ്പൊ നൈയായികന്മാർ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. നൈയായികന്മാർ പറഞ്ഞു ആത്മാ മനസാ സംയുജ്യത്തെ മന ഇന്ദ്രിയേണ ഇന്ദ്രിയമർത്ഥേന എന്ന്. അപ്പൊ നേരിട്ട് അർത്ഥവുമായിട്ട് ഇന്ദ്രിയത്തിന് മാത്രമേ ബന്ധമുള്ളൂ, ആ മനസ്സിന് ബന്ധമില്ല. മനസ്സ് ഉള്ളിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. മനസ്സിന് ഇന്ദ്രിയത്തിനോട് മാത്രമേ നേരിട്ട് ബന്ധമുള്ളൂ, നേരിട്ട് വിഷയത്തിനോട് ബന്ധമില്ല. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് ഒരു സൈക്കിക് പ്രക്രിയയാണ്. സൈക്കിക് പ്രോസസ് ആണ് പറയുന്നത്. അപ്പൊ ഈ സൈക്കോ എന്നുള്ള വാക്കാ മനസ്സിനെയാണ് എപ്പോഴും. ഈ മനസ്സ് ആദ്യം ഇവിടെ എത്തണം. അപ്പൊ മനസ്സിന് നേരിട്ട് വിഷയവുമായിട്ട് ബന്ധം വരണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നൈയായികന്മാർ പറയുന്നത് പോലെ പറഞ്ഞാൽ പോരാ. നൈയായികന്മാർ പറഞ്ഞത് എന്താണ്? മനസ്സിന് ഇന്ദ്രിയത്തിനോട് ബന്ധമുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞു. അതുപോരാ. മനസ്സിന് എല്ലാ ജ്ഞാനങ്ങളിലും മനസ്സിന് നേരിട്ട് വിഷയവുമായിട്ട് വ്യാപാരമുണ്ട്, വിഷയവുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. നമ്മുടെ അന്ധക്കരണം എന്ന് പറയുന്നത് ഒരു പരിണമിക്കാൻ യോഗ്യമായ ഒരു ദ്രവ്യമായിട്ട് അതിനെ സങ്കല്പിക്കണം. ഒരു 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 ഇലാസ്റ്റിക് പോലെ എടുത്തോളൂ. ഇങ്ങനെ വലിച്ചാൽ നീട്ടാൻ പറ്റുന്ന പോലെ അങ്ങനെ ഒന്നും ഒരു കൽപ്പനയാണ് മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട്. അല്ല, അങ്ങനെ അല്ലാണ്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അന്ധക്കരണം. അല്ലെങ്കിൽ ഒരു ജലം പോലെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അങ്ങനെ പോവും. അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് അന്ധക്കരണത്തിനെ കണക്കാക്കണം. സ്വച്ഛ വിരള തൈജസ ദ്രവ്യത്വ എന്ന് അതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതും. അന്ധക്കരണം സ്വച്ഛമാണ്, വിരളമാണ്, തൈജസമാണ്. വിരളം എന്നുള്ള വാക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഫ്ലെക്സിബിൾ ആണ്. അത് വികസിക്കാനും സങ്കോചിക്കാനും പുറത്തേക്ക് പോകാനും അകത്തേക്ക് തിരിച്ചു വരാനും ഒക്കെ കഴിവുള്ള ഒരു ദ്രവ്യമായിട്ട് നമ്മളുടെ അന്ധക്കരണത്തിനെ നിങ്ങൾ കണക്കാക്കണം. അങ്ങനെ കണക്കാക്കിയാലേ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന കഥ മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഈ അന്ധക്കരണം കണ്ണ് തുറക്കുന്ന സമയത്ത് കണ്ണിന് മാത്രമല്ല ഈ വിഷയത്തോട് സംബന്ധം വരുന്നത്, മറിച്ച് അന്ധക്കരണത്തിനും കൂടി ഈ വിഷയത്തിനോട് സംബന്ധം വരുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ കേവലം ഐ കോണ്ടാക്ട് മാത്രമല്ല, മുമ്പിലിരിക്കുന്ന വസ്തുവിനോട് കണ്ണ് ബന്ധപ്പെടുന്ന സമയത്ത് കണ്ണിന് എവിടേക്കാണോ ബന്ധം വന്നത് അവിടെയൊക്കെ നിങ്ങളുടെ അന്ധക്കരണത്തിനും ബന്ധമുണ്ട്. അന്ധക്കരണം വിഷയാകാരേണ പരിണമതേ എന്നാണ് വാക്കുപയോഗിച്ചത്. അന്ധക്കരണം വിഷയാകാരേണ പരിണമതേ. ഇതിനെന്താണ് ഉദാഹരണം കൊടുത്തത്? യഥാ കുല്യോ തടാകോദകം കുല്യാദ്വാര കേദാരാൻ പ്രവിശ്യ കേദാരാകാരേണ പരിണമതേ തദ്വത്. ബന്ധത്തിലുള്ള വരിയാണ്. തടാകോദകം എന്ന് പറഞ്ഞാൽ തടാകത്തിലത്തെ വെള്ളം. കുല്യാദ്വാര, കുല്യ എന്ന് പറഞ്ഞാൽ ചെറിയ തോടുകളിലൂടെ പുറത്തു പോയിട്ട്, കേദാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പാടം, വയലിലേക്ക് പോയിട്ട് ആ ചതുഷ്കോണാദ്യാകാരം ഭവതി. മുമ്പ് തടാകോദകം ഇങ്ങനെ തങ്ങി നിന്നിരുന്നതാണ്. അത് അവിടെ പോയിട്ട് അത് അങ്ങനെ ഒരു മനസ്സിലുള്ള ആ ഒരു ചിത്രം ഉള്ളിൽ സങ്കല്പിക്കുക. എങ്ങനെയാണോ ഈ തടാകത്തിലോ കൂപത്തിലോ ഉള്ള ജലം ഒരു 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 തോട്ടിലൂടെ ഒഴുകി അങ്ങനെ പോയിട്ട് ഒരു വലിയ ഒരു ക്ഷേത്രഭൂമിയിൽ വ്യാപിക്കുന്നത്, അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ഈ അന്ധക്കരണം
കണ്ണ് മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു കടന്ന് തോടിന്റെ സ്ഥാനത്താണ് ഇത് കണ്ണ്. കുല്യാദ്വാര എന്നുള്ളത് പോലെ കണ്ണ് മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു വന്ന് വിഷയദേശം ഗത്വ വിഷയാകാരേണ പരിണമതേ. ഈ പറയുന്നതിനൊക്കെ കുറച്ചുകൂടിയും ശാസ്ത്രീയമായ ഒരു തലത്തിൽ അർത്ഥം ചെറിയ വ്യത്യാസപ്പെടുത്താനുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ ഒരു പറയുന്ന അതേ യഥാശ്രുതാർത്ഥത്തിൽ എടുത്താൽ മതി. അപ്പോൾ അത് അങ്ങനെ ഒന്ന് മനസ്സിലാക്കണം ആദ്യം. അത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കാൻ പറ്റൂ. അപ്പൊ എങ്ങനെയാണോ ഈ ദൃഷ്ടാന്തത്തിൽ നമ്മൾ കണ്ടത്, അതേപോലെ അന്ധക്കരണം എന്ന് പറയുന്നത് പരിണമിക്കാൻ സാമർഥ്യമുള്ള ഒന്നാണ്. അത് വിഷയദേശത്തിൽ പോയിട്ട് വിഷയത്തിന്റെ ആകാരത്തെ സ്വീകരിക്കുന്നു. അങ്ങനത്തെ വിഷയത്തിന്റെ ആകാരത്തെ സ്വീകരിക്കുന്ന സമയത്ത് അന്ധക്കരണത്താൽ പരിച്ഛിന്നമായിരിക്കുന്ന ആത്മാവും വിഷയദേശത്ത് എത്തി. അപ്പോ ഈ വിഷയദേശത്തിൽ ഇപ്പൊ ആത്മാവുണ്ട്. കണ്ണ് തുറന്ന് വിഷയത്തെ കാണുന്ന സമയത്ത് ആത്മാവ് അന്ധക്കരണ പരിച്ഛിന്നമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അന്ധക്കരണം എവിടെയുണ്ടോ അവിടെ ആത്മാവുണ്ട്. അപ്പൊ വിഷമില്ല. അന്ധക്കരണ പരിച്ഛിന്നമായിരിക്കുന്ന ആത്മാവ് ഇപ്പോ ഈ ദേശത്തുണ്ട്. കാരണം അന്ധക്കരണം അവിടെ എത്തി. അതുകൊണ്ട് അപ്പൊ ഈ ദേശത്തിലുള്ള ആത്മാവ് എപ്പോഴും അന്ധക്കരണത്തോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അന്ധക്കരണ പരിച്ഛിന്നമാണ്. അന്ധക്കരണം ഇവിടെ ഉണ്ടെങ്കിൽ ആത്മാവും ഇവിടെ എത്തി. ഇപ്പൊ എന്ത് വന്നു? സ്വപ്രകാശമായിരിക്കുന്ന ആത്മാവ് എന്റെ തന്നെ സ്വരൂപമാണ് പറയുന്നത്. അത് അന്ധക്കരണവുമായി ബന്ധപ്പെട്ട പരിച്ഛിന്നമാണ് എങ്കിലും അന്ധക്കരണം ഇവിടെ എത്തിയത് കൊണ്ട് ആത്മാവും അവിടെ എത്തി. ആ ആത്മാവ് അന്ധക്കരണ വൃത്തിയില് അഭിവ്യഞ്ജിക്കുന്നു. പുതിയ വാക്കാണ്. എന്താണ് സംഭവിച്ചത്? അന്ധക്കരണ വൃത്തി, രണ്ട് വാക്ക് ഞാൻ ഉപയോഗിച്ചു. അന്ധക്കരണ വൃത്തി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അന്ധക്കരണത്തിന്റെ പരിണാമങ്ങൾ. അതും ഒരു പുതിയ വാക്കാണ് അല്ലെ. പരിണാമം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വ്യാഖ്യാനിക്കുക. ഫോർമേഷൻസ്, മോഡിഫിക്കേഷൻസ്. മറ്റൊരു ശബ്ദം പറയാത്രേ പറ്റൂ. ഒരു മണ്ണ് കുടമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ആ അവസ്ഥ, അതിനാണ് പരിണമിക്കുക എന്ന് പറയാം. നമുക്ക് അറിയാം. അങ്ങനെയെന്ന് സങ്കല്പിച്ചോളൂ. മുഴുവൻ അങ്ങനെയല്ല എങ്കിലും അങ്ങനെയെന്ന് വെക്കുക തൽക്കാലം. ഒരു ജലം ഇങ്ങനെ ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് മറ്റൊരു രൂപത്തിൽ മാറില്ലേ? അങ്ങനെ പരിണമിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ അന്ധക്കരണ വൃത്തി ഒരു ജലം പോലെ എന്ന് വെക്കുക. ജലം പോലെ അല്ലാതെ എങ്കിലും ജലം പോലെ എന്ന് വെക്കുക. അങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിന്റെ ആകാരത്തിൽ പരിണമിക്കുന്നു. ഇങ്ങനെ പരിണമിക്കുന്ന അവസ്ഥയ്ക്കാണ് വൃത്തി എന്ന് പറയുക. അന്ധക്കരണത്തിന്റെ പരിണാമത്തിനാണ് വൃത്തി എന്ന് പറയുന്നത്. അന്ധക്കരണ വൃത്തി എന്ന് പറയുന്നു. ഈ അന്ധക്കരണ വൃത്തിയില് എന്ത് വരുന്നു? ആത്മസ്വരൂപം അഭിവ്യഞ്ജിക്കുന്നു. അഭിവ്യഞ്ജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിബിംബിക്കുന്നു. റിഫ്ലക്ഷൻ. പ്രതിബിംബം എന്ന് പറഞ്ഞാൽ അറിയാലോ, കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ മുഖം കാണുന്നത് പോലെ. എന്താണ്? ഈ ചുവരിൽ നോക്കിക്കഴിഞ്ഞാൽ മുഖം കാണുന്നില്ല, കണ്ണാടിയിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണാടി എന്ന് പറയുന്നത് സ്വച്ഛമായ ദ്രവ്യമാണ്. അതിന്റെ പിന്നില് വെറും ചില്ലല്ല, ആ ചില്ലിലൂടെ പ്രകാശം പുറത്തേക്ക് കടന്നു പോവാത്ത ഭാഗത്തിന് അവിടെ പിന്നില് എന്തെങ്കിലും ഒരു ആവരണം വേണം. ഇപ്പോഴേ കണ്ണാടിയാവുള്ളൂ. ആ കണ്ണാടി എങ്ങനെയാണോ നമ്മുടെ മുഖത്തെ ഇങ്ങോട്ട് കാണിച്ചു തരുന്നത്, അതിനാണല്ലോ റിഫ്ലക്ഷൻ എന്ന് പറയാം. അങ്ങനെ ഈ അന്ധക്കരണ വൃത്തിയില് ആത്മസ്വരൂപത്തിന്റെ ഒരു പ്രതിഫലനം, പ്രതിബിംബം വന്നു ചേരുന്നു. അയ്യോ, ഈ പ്രതിബിംബമാണ് ഈ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത്. ഈ പ്രതിബിംബമാണ് അന്ധക്കരണ വൃത്തിയിൽ വന്നു ചേർന്ന ഈ പ്രതിബിംബമാണ് ഈ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നത്. അല്ലാതെ അന്ധക്കരണ വൃത്തി അല്ല. കാരണം അന്ധക്കരണ വൃത്തി സ്വപ്രകാശമായ ഒരു വസ്തുവല്ല, അതൊരു ജഡപരിണാമമാണ്. നോക്കൂ, ഒരു വിറകില് അഗ്നി ജ്വലിക്കുന്ന സമയത്ത് അതിൽ കൊണ്ടുപോയിട്ടതൊക്കെ ദഹിക്കുന്നു. ഇവിടെ ദഹിപ്പിക്കുന്നത് വിറകാണോ അതോ അഗ്നിയാണോ? അഗ്നിയാണ്, വിറകല്ലോ. പക്ഷെ വിറക് വേണ്ടേ? വിറക് എന്താ ചെയ്തത് അവിടെ? അഗ്നി ജ്വലിക്കുന്നതിന് ഒരു ഉപാധിയായിട്ട് നിൽക്കുകയാണ്. എന്നതുപോലെ ആ ഉദാഹരണം മനസ്സിൽ വെച്ചാൽ മതി. എന്നതുപോലെ ഇവിടെ ഈ അന്ധക്കരണത്തിൽ ചൈതന്യം പ്രതിഫലിക്കുന്നതിന് ഒരു ഉപാധി വേണം. ചൈതന്യത്തിന്റെ ഒരു പ്രതിബിംബം നമുക്ക് എന്താണ് ചെയ്യേണ്ട? നേടിയെടുക്കേണ്ടതുണ്ട്. ചൈതന്യസ്യ പ്രതിബിംബ സമ്പാദനീയ വർത്തതെ. ചൈതന്യ പ്രതിബിംബം സ്വപ്രകാശമാണ്. ആത്മസ്വരൂപം തന്നെ അന്ധക്കരണ വൃത്തിയില് അഭിവ്യഞ്ജിക്കുന്നു. ഈ അഭിവ്യക്തിക്ക് പ്രതിബിംബം എന്ന് പറയുന്നു. ഈ പ്രതിബിംബത്തിനെയാണ് വാസ്തവത്തിൽ നമ്മൾ വിഷയജ്ഞാനം എന്ന് പറയുന്നത്.
എന്ന് വെച്ചാലോ വിഷയജ്ഞാനം. വിഷയജ്ഞാനം എന്ന് പറഞ്ഞാൽ വിഷയത്തെക്കുറിച്ചുള്ള അറിവ്. ഇയം കൂപി, ഇതൊരു വിഷയജ്ഞാനമാണ്. എന്താണ് ഈ വിഷയജ്ഞാനം ചോദിച്ചു കഴിഞ്ഞാൽ, വിഷയാകാരേണ പരിണത അന്തഃകരണ വൃത്യവച്ഛിന്ന ചൈതന്യം. ശരിയോ? വിഷയാകാരേണ പരിണത അന്തഃകരണ വൃത്തി പ്രതിഫലിത ചൈതന്യം വിഷയജ്ഞാനം. വിഷയാകാരേണ പരിണതമായ, വിഷയത്തിന്റെ ആകാരത്തിൽ പരിണമിച്ചതായ യാതൊരു അന്തഃകരണ വൃത്തിയുണ്ടോ ആ അന്തഃകരണ വൃത്തിയിൽ പ്രതിബിംബിച്ചതായ ആ ചൈതന്യത്തിന്, വെറും ചൈതന്യത്തിനല്ല, ചൈതന്യം ഇവിടെ നിൽക്കുമ്പോൾ അതിന് വിഷയജ്ഞാനം എന്ന് പേരില്ല. അതൊരു വിഷയജ്ഞാനം എന്നുള്ള ഒരു പദവിയെ നേടുന്നത് എപ്പോഴാണ്? ആ വിഷയത്തിന്റെ ആകാരത്തിൽ പരിണമിക്കപ്പെട്ട വൃത്തിയില് പ്രതിബിംബിക്കുമ്പോഴാണ്. ആ വൃത്തി വിഷയദേശത്തിലുണ്ട്. വിഷയത്തിന്റെ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധകരണത്തിന്റെ പരിണാമം. അതിപ്പോ എവിടെയാണുള്ളത്? വിഷയം നിൽക്കുന്ന സ്ഥലത്താണുള്ളത്. ആ വിഷയം നിൽക്കുന്ന സ്ഥലത്തുള്ള വൃത്തിയിൽ പോയിട്ട് ഈ ആത്മാവിന്റെ സ്വരൂപം പ്രതിബിംബിച്ചിരിക്കുകയാണ്. ഒന്നുമില്ല, ഞാൻ തന്നെ, ഞാൻ എന്ന് പറഞ്ഞ ആത്മാവാണല്ലോ. ഞാൻ എന്ന് വിളിക്കുന്ന അന്തതോഗത്വ, അതിന്റെ ഉള്ളിലുള്ള ആള് ആത്മാവാണല്ലോ. ഈ ആത്മാവ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു, അന്ധകരണത്തിൽ കയറിയിട്ട്, അന്ധകരണത്തിന്റെ പിൻബലത്തിൽ ഞാൻ ഇവിടെ എത്തിയിട്ട് ആ വിഷയദേശത്തിലുള്ള അന്ധകരണ വൃത്തിയിൽ എന്റെ തന്നെ സ്വപ്രകാശമായ സ്വരൂപം ഇവിടെ പ്രതിഫലിച്ചിരിക്കുന്നു. അങ്ങനെ പ്രതിഫലിച്ചിരിക്കുന്നത് വിഷയാകാര വൃത്തിയിൽ പ്രതിഫലിച്ചത് കൊണ്ട് അതിനെ വിഷയജ്ഞാനം എന്ന് പറയുന്നു. ഇപ്പൊ നോക്കൂ, ഈ വാസ്തവത്തിൽ ഈ പ്രതിബിംബം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിന്റെ തന്നെ അഭിവ്യക്തിയാണ്. ആത്മാവിന്റെ തന്നെ സ്വരൂപമാണത്, മറ്റൊന്നുമല്ല. അത് നിത്യമല്ലേ? നിത്യമാവണ്ടേ? വാസ്തവത്തിൽ ആത്മസ്വരൂപം നിത്യമല്ലേ? ഇയാൾ ചോദിച്ച ചോദ്യമാണ്. ആത്മാവിന്റെ തന്നെ സ്വരൂപമാണ് ജ്ഞാനമെങ്കിൽ ജ്ഞാനം ഉണ്ടാവുന്നു നശിക്കുന്നു എന്നുള്ള അനുഭവത്തെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ സാധിക്കുക? അതിനുള്ള വ്യാഖ്യാനപ്പ് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയാണ്, ആത്മസ്വരൂപമാണ് ജ്ഞാനം, അതിന് ഉത്പത്തിയും വിനാശവും ഇല്ല. പക്ഷേ കേവലം ആത്മസ്വരൂപത്തെ അല്ല നമ്മൾ ജ്ഞാനം എന്ന് വിളിക്കുന്നത്, മറിച്ച് വിഷയാകാരത്തിൽ പരിണമിക്കപ്പെട്ട അന്ധകരണ വൃത്തിയിൽ പ്രതിഫലിക്കുന്ന അവസ്ഥയ്ക്കാണ് അതിനെ ജ്ഞാനെന്ന് വിളിക്കുന്നത്. അയ്യോ, അങ്ങനെ വരുമ്പോ ഈ വിഷയാകാരത്തിൽ പരിണമിക്കുന്ന അന്ധകരണ വൃത്തി സ്ഥിരമായിട്ടുള്ള ഒന്നല്ല. അത് കണ്ണ് തുറന്നാൽ ആ വൃത്തി വരും, കണ്ണടച്ചാൽ വീണ്ടും ആ വൃത്തി പോവും. കണ്ണ് തുറക്കുന്ന സമയത്ത് അന്ധകരണ വൃത്തി പുറത്തേക്ക് വരും, വിഷയാകാരത്തിൽ പരിണമിക്കും, അവിടെ ചൈതന്യം പ്രതിഫലിക്കും. കണ്ണടച്ചു കഴിഞ്ഞാലോ വൃത്തി പോയി. അപ്പോ അന്ധകരണ വൃത്തി അനിത്യമായതുകൊണ്ട് ആ അന്ധകരണ വൃത്തിയിൽ പ്രതിബിംബിക്കപ്പെട്ട ചൈതന്യവും അനിത്യമാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. വാസ്തവത്തിൽ ആത്മസ്വരൂപഭൂതമായ ജ്ഞാനം അനിത്യമല്ലെങ്കിൽ കൂടി അനിത്യമാണ് എന്നുള്ളൊരു അനുഭവം എങ്ങനെ ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ, ആ ആത്മസ്വരൂപത്തെ പ്രതിബിംബിപ്പിക്കുന്ന അന്ധകരണ വൃത്തി അനിത്യമായതുകൊണ്ട്. ആ അന്ധകരണ വൃത്തി ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് ഈ പറയുന്ന വിഷയജ്ഞാനത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ആ അന്ധകരണ വൃത്തി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ നോക്കി നോക്കൂ, അഗ്നി എന്ന് പറയുന്നത് എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന ഒരു തേജോഭൂതമാണ്. പക്ഷെ ഇവിടെ അഗ്നി ഉണ്ടെന്ന് നമ്മൾ പറയോ? ഇല്ല. എന്തുകൊണ്ടാ പറയാത്തത്? ഒരു വിറക് കത്തിച്ചത് ജ്വലിപ്പിക്കുന്ന സമയത്തേ നമുക്ക് അഗ്നി എന്ന് ലോകത്ത് വ്യവഹാരമുള്ളൂ. എന്നതുപോലെ ആത്മസ്വരൂപം സ്വയമേവ ജ്ഞാന സ്വരൂപമാണെങ്കിൽ കൂടി അത് ഒരു വിഷയദേശത്തിൽ ചെന്ന് വിഷയാകാരണ പരിണമിക്കുന്ന അന്ധകരണ വൃത്തിയിൽ പ്രതിബിംബിക്കുന്ന സമയത്ത് മാത്രമേ അതിനെ ജ്ഞാനം എന്ന ലോകത്ത് നമ്മൾ വിളിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ അന്ധകരണ വൃത്തി സ്ഥിരമായിട്ടുള്ള ഒന്നല്ല, ഇടയ്ക്ക് വരുന്നതും പോകുന്നതും ഒക്കെയാണ്. അത് വരുന്നതിനും പോകുന്നതിനും ഒക്കെ എന്താണ് നിയാമകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രമാണത്തിന്റെ വ്യാപാരത്തിനനുസരിച്ചാണ്. ഈ അന്ധകരണ വൃത്തി എപ്പോഴാണ് വിഷയത്തിലേക്ക് പോകുന്നത്? ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ്, കണ്ണ് തുറക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കാത് തുറക്കുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. ഇത് കണ്ണിന്റെ മാത്രം വിഷയമല്ല, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കാര്യത്തിൽ മനസ്സിലാക്കണം. കണ്ണിന്റെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ശബ്ദം കേൾക്കുന്നു നോക്കിയാ, അപ്പൊ ശ്രോത്രേന്ദ്രിയദ്വാര അന്ധകരണം ശബ്ദം പ്രതി ഗച്ഛതി. ആ ശബ്ദം എവിടെയാണോ ഉണ്ടായത് അവിടേക്ക് പോകുന്നു. അവിടേക്ക് പോയിട്ട് ആ ശബ്ദാകാരണം പരിണമിക്കുന്നു അന്ധകരണ വൃത്തി. ആ ശബ്ദത്തിന്റെ സ്വഭാവത്തിലായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ആ ശബ്ദം ആ അന്ധകരണ വൃത്തിയിൽ അഭിവ്യഞ്ജിക്കപ്പെട്ട ചൈതന്യം, പ്രതിബിംബിക്കപ്പെട്ട ചൈതന്യം ആ ശബ്ദത്തെ പ്രകാശിപ്പിക്കും. ഇങ്ങനെ ശബ്ദജ്ഞാനമാവട്ടെ, രൂപജ്ഞാനമാവട്ടെ, ദ്രവ്യജ്ഞാനമാവട്ടെ, ഗന്ധജ്ഞാനമാവട്ടെ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ അറിയുന്നുവോ അവിടെയൊക്കെ ഈ പ്രക്രിയ നിങ്ങൾ അനുസന്ധാനം ചെയ്യേണ്ടതാകുന്നു.
അയ്യോ, ഇതേപോലെ തന്നെയാണ് സുഖാനുഭവത്തിന്റെ കാര്യത്തിലും. രണ്ടും ഒറ്റ രീതിയിൽ തന്നെ നമുക്ക് വിവരിക്കാൻ കഴിയും. നമുക്ക് ഒരു വിഷയത്തിൽ നിന്ന് സുഖം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് വയ്ക്കാം. വാസ്തവത്തിൽ ഈ സുഖം സുഖം എന്ന് പറയുന്നത് എന്താണെന്ന് വിചാരിക്കുന്നത്? അതും ആത്മാവിന്റെ സ്വരൂപമാണ്. ദുഃഖം ആത്മാവിന്റെ സ്വരൂപമല്ല, ദുഃഖം ആരോപിക്കപ്പെട്ടതാണ്. സുഖം എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപമാണ്. ദുഃഖം എന്തുകൊണ്ട് ആത്മാവിന്റെ സ്വരൂപമല്ല? പ്രമാണഭാവ ആനന്ദോ ബ്രഹ്മേതി വ്യജാനാത് എന്നുള്ള ശ്രുതി ആനന്ദത്തിനെ ആത്മസ്വരൂപമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ദുഃഖം ആത്മസ്വരൂപമാണെന്ന് പറയുന്നില്ല. ദുഃഖവും ആത്മസ്വരൂപമായിരുന്നുവെങ്കിൽ മോക്ഷേപി ദുഃഖം സ്യാത്, അല്ലെങ്കിൽ മോക്ഷസ്യ പുരുഷാർത്ഥത്വമേവ ന സ്യാത്. അതുകൊണ്ട് അങ്ങനെ പരിഭ്രമിക്കേണ്ടതില്ല. നമ്മളുടെ എല്ലാ വികാരങ്ങളും ആത്മാവിന്റെ സ്വരൂപമല്ല. സുഖം എന്ന് നമ്മൾ പറയുന്ന സാധനം വാസ്തവത്തിൽ ആത്മാവിന്റെ സ്വരൂപമാണ് എന്നുള്ളതാണ് സിദ്ധാന്തം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാഹിത്യക്കാരും കൂടി ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിപ്പോ ഇവിടെ ഗ്രന്ഥത്തിന്റെ ഇവിടെ തൽക്കാലം പറയേണ്ട കാര്യമല്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞ ആ വിഷയം പറയുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുന്നതേ ഉള്ളൂ. ഈ സുഖാനുഭവം സംഭവിക്കുന്ന സമയത്ത് എന്താണ് പ്രക്രിയ? അത് സാധാരണ സുഖാനുഭവങ്ങളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. മറ്റേ സാഹിത്യത്തിലുള്ള രസാസ്വാദമല്ല. സാധാരണ സുഖാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു സാധനം കാണുന്നു. ഈ പൂവ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി എന്ന് വയ്ക്കാം. ഈ പൂവ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് സന്തോഷമായി. ഈ സന്തോഷം എവിടുന്ന് വന്നു? ആ പൂവ് കണ്ടത് കൊണ്ടാണ് എനിക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് വന്ന ഈ സന്തോഷം വന്നതാണ് എന്നും പൂവിൽ നിന്നാണ് വന്നത് എന്നും രണ്ട് തരത്തിലുള്ള തോന്നൽ എനിക്കുണ്ട്. അത് തോന്നലാണ്, വാസ്തവത്തിൽ പരമാർത്ഥം അങ്ങനെയല്ല എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ അഭിപ്രായം. പിന്നെന്താ ഉദാഹരണം പറയാന്ന് വെച്ചാൽ, നായ്ക്കള് എല്ലിന്റെ കഷ്ണം കൊണ്ട് കടിച്ചുകൊണ്ട് ഓടും. ഓടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ട് ഈ അറവുശാലയിൽ നിന്ന് എല്ലിന്റെ കഷ്ണങ്ങൾ കടിച്ചെടുത്തിട്ട് ഓടും. കാരണം മാംസം അതിന് കൊടുക്കില്ലല്ലോ. അപ്പൊ എല്ലിന്റെ കഷ്ണം കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഏകാന്ത പ്രദേശത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് അത് കടിക്കും. ആ എല്ലിനെ കടിക്കുന്ന സമയത്ത് രക്തം വരും. രക്തം എവിടുന്നാ വരുന്നത്? അവനവന്റെ തന്നെ രക്തം വരികയാണ്. അതിന്റെ തന്നെ വായയുടെ ഉള്ളിൽ പൊട്ടിയിട്ട്, ഈ എല്ല് കൊണ്ട് പൊട്ടിയിട്ട് രക്തം വരും. ഈ രക്തം കുടിക്കും. നായയുടെ ഭ്രമം എന്താണ്? ഈ എല്ലിൽ നിന്നാണ് രക്തം വന്നത് എന്നുള്ളതാണ്. എല്ലിൽ നിന്ന് രക്തം വരില്ല. ഉപനിഷത്തിൽ കാണിക്കുന്ന ദൃഷ്ടാന്താണ്. അപ്പൊ എന്നതുപോലെ എല്ലിന്റെ കഷ്ണം കടിച്ചപ്പോഴാണ് അവനവന്റെ തന്നെ രക്തം പുറത്തേക്ക് വന്നത്. അവനവന്റെ തന്നെ രക്തത്തെ ആസ്വദിച്ചുകൊണ്ട് എല്ലിൽ നിന്ന് രക്തം കുടിക്കുന്നു എന്ന് അഭിമാനിച്ചുകൊണ്ട് ആ നായ അങ്ങനെ സന്തോഷിക്കുന്നു. എന്നതുപോലെയാണ് നമ്മളുടെ വിഷയാനന്ദങ്ങൾ എന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിഷയമാണ് ഇത്. ഇതെനിക്ക് അത് ഓരോരുത്തർക്ക് വാസനകൾക്കനുസരിച്ച് ചിലർക്ക് ചിലത് അനുകൂലമായിട്ട് തോന്നുന്നു, അത് തന്നെ വേറെ ചിലർക്ക് പ്രതികൂലമായിട്ട് തോന്നുന്നു. അതിന് കാരണം എന്താണ്? നമ്മളുടെ വാസനയും പൂർവ്വജന്മ സംസ്കാരവും ഒക്കെയാണ് അതിന് കാരണം. അപ്പൊ നമ്മളുടെ വാസനയ്ക്കും പൂർവ്വജന്മ സംസ്കാരത്തിനും ഒക്കെ അനുസരിച്ച് നമുക്ക് എന്താ അനുകൂലമായിട്ട് തോന്നുന്നുവോ ആ വിഷയത്തിന്റെ സംബന്ധം വരുന്ന സമയത്ത് എനിക്ക് സുഖമാകുന്നു എന്നൊരു തോന്നലുണ്ട്, ഞാൻ സുഖിക്കുന്നു എന്നുള്ള തോന്നലുണ്ട്. ഇതെങ്ങനെയാണ് വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയും ഇതേ പ്രോസസ്സാണ്. ആദ്യം നമ്മൾ ആ വസ്തുവിനെ കാണുന്നു. അപ്പോൾ ഇതം പുഷ്പം എന്നുള്ള ജ്ഞാനം ഉണ്ടാവണം. ഇതം പുഷ്പം എന്നുള്ള ജ്ഞാനം ഉണ്ടാവാനുള്ള പ്രക്രിയ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം കണ്ണു തുറക്കുന്നു, പുഷ്പത്തെ കാണുന്നു. അന്തഃകരണ വൃത്തി പുഷ്പാകാരേണ പരിണമതേ, പരിണതായാം തസ്യാം വൃത്തൗ ആത്മസ്വരൂപം പ്രതിബിംബതേ, തദൈവ പ്രതിബിംബം പുഷ്പജ്ഞാനം ഇതം പുഷ്പം. അത്രയായി അതില്ലേ? ഇപ്പൊ പുഷ്പാകാരേണ പരിണമിച്ച ആ വൃത്തിയിൽ ഉണ്ടായ പ്രതിബിംബമാണ് പുഷ്പജ്ഞാനം. അതിനെയാണ് നമ്മൾ വർണ്ണിക്കുന്നത് ഇതം പുഷ്പം ഇത്യവം ജ്ഞാനം ഉത്പദ്യതേ. ഉണ്ടായില്ലേ? വാസ്തവത്തിൽ കിം ഉത്പദ്യതേ? ജ്ഞാനം നോത്പദ്യതേ, വൃത്തിരുത്പദ്യതേ. പുഷ്പാകാര വൃത്തിരുത്പദ്യതേ, വൃത്തൗ ജ്ഞാനം പ്രതിബിംബതേ. ആത്മസ്വരൂപമാണല്ലോ ജ്ഞാനം. ആത്മസ്വരൂപം അവിടെ ഉണ്ടായിട്ടില്ല. ആത്മസ്വരൂപം കേവലം ആ വൃത്തിയിൽ റിഫ്ലക്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഉണ്ടായിട്ടില്ല. ഉണ്ടായത് വൃത്തിയാണ്. പക്ഷെ വൃത്തി ഉണ്ടായത് കൊണ്ട് ആ വൃത്തിയിൽ പ്രതിബിംബിക്കപ്പെട്ട ചൈതന്യ സ്വരൂപമായ ആ പ്രതിബിംബവും പുതുതായിട്ട് ഉണ്ടായ എന്തോ ആയിട്ട് നമുക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നുന്നത് കൊണ്ട് ഇപ്പൊ പുതുതായിട്ടൊരു ജ്ഞാനം ഉണ്ടായി, ഇതം പുഷ്പം എന്ന് ഇപ്പൊ ഞാൻ അറിയുന്നു എന്നൊരു തോന്നലുണ്ടാവുന്നു. ഇത് കഴിഞ്ഞാൽ എൻ്റെ വാസനകൾ ഉണരുന്നു. ഇതെനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വസ്തുവാണ് എന്നിങ്ങനെ എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള സംസ്കാരങ്ങളുണ്ട്. ഈ സംസ്കാരങ്ങളൊക്കെ ഉണരുന്ന സമയത്ത് എന്ത് വരുന്നു?
ഈ പുഷ്പത്താൽ ഈ രണ്ടാമതൊരു വൃത്തിയാണ് സുഖാകാര വൃത്തി എന്ന് പറയും. അവിടെ ഒരു വൃത്തി ആവശ്യമുണ്ട്. അപ്പൊ ഒരു വൃത്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. മനസ്സിന് അനേകം വൃത്തികളുണ്ട്. നമ്മളുടെ മനസ്സിന് അതാദ്യം പറയണം. കാമസങ്കല്പോ വിചികിത്സ ശ്രദ്ധ അശ്രദ്ധ ധൃതിർ അധൃതിർ ഹ്രീർ ധീർ ഭീർ ഇത്യേതത് സർവം മന ഏവ എന്ന ബൃഹദാരണ്യകത്തില് ഒരു ശ്രുതിവാക്യമുണ്ട്. നമുക്ക് എന്തൊക്കെ വികാരങ്ങൾ തോന്നുന്നുവോ അതൊക്കെ മനസ്സിന്റെ പരിണാമങ്ങളാണ്, ആത്മാവിന്റെ അല്ല എന്ന് കാണിക്കുന്ന ഒരു ശ്രുതിയാണ്. ആത്മാവ് അസംഗമായ ഒരു വസ്തുവാണ്. അതിലെ പരിണാമങ്ങളും വികാരങ്ങളും ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഉള്ളതായിട്ട് തോന്നുന്ന കാമം, സങ്കല്പം, വിചികിത്സ എന്ന് പറഞ്ഞ സംശയം, ശ്രദ്ധ അശ്രദ്ധ ധൃതി അധൃതി ഹ്രീഹി ധീഹി എന്ന് തുടങ്ങി എന്തൊക്കെ വികാരങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ടോ ഇതൊക്കെ എൻ്റെ ആത്മസ്വരൂപത്തോട് ചേർന്നതല്ല, മറിച്ച് മനസ്സിന്റെ പരിണാമങ്ങളാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോ മനസ്സിന്റെ ഒരു തരത്തിലുള്ള ഒരു ജ്ഞാനം എന്ന് പറയുന്നത് മനസ്സിന്റെ ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? അവിടെയും മനസ്സിന് ഒരു പരിണാമമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആത്മാവിന്റെ സ്വരൂപമാവട്ടെ, പക്ഷെ ആത്മാവിന്റെ സ്വരൂപം പ്രതിഫലിക്കുന്നത് ഒരു വൃത്തിയിലല്ലേ? ആ വൃത്തിക്ക് ജ്ഞാനാകാര വൃത്തി എന്ന് പേര് പറയുന്നു. എന്നതുപോലെ ഇപ്പൊ സുഖം അനുഭവിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ സുഖവും ആത്മാവിന്റെ സ്വരൂപമാണെങ്കിലും ഈ സുഖം, ആത്മസ്വരൂപമായ സുഖം ഒരു വൃത്തിയിൽ പ്രതിഫലിക്കുന്ന സമയത്താണ് നമുക്കത് അനുഭവവേദ്യമാകുന്നത് ലോകത്ത്.